നമസ്കാരം. സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. ചേർത്തല പള്ളിപ്പുറത്തെ 4 സ്ത്രീകളുടെ തിരോധാന കേസുകളുമായി ബന്ധപ്പെട്ട് അന്വേഷണ സംഘം നിർണായകമായ ചില നീക്കങ്ങളിലേക്ക് കടക്കുകയാണ്. സെബാസ്റ്റ്യന്റെ വീട്ടുവളപ്പിൽ റഡാർ ഉപയോഗിച്ചുള്ള പരിശോധനയിൽ സംശയകരമായ 3 സ്പോട്ടുകൾ കണ്ടെത്തി. ആദ്യ സ്പോട്ട് 2.5 മീറ്റർ താഴ്ചയിൽ കുഴിക്കാനാണ് നിർദ്ദേശം. വീടിന്റെ മുൻഭാഗത്താണ് രണ്ടാം സ്പോട്ട്. ഗ്രൗണ്ട് പെനട്രേറ്റിംഗ് റഡാർ ഉപയോഗിച്ചാണ് പരിശോധന. ബിന്ദു പത്മനാഭൻ തിരോധാന കേസ് അന്വേഷണത്തിനായി ക്രൈംബ്രാഞ്ച് ആവശ്യപ്രകാരം നാഷണൽ സെന്റർ ഫോർ എർത്ത് സയൻസ് സ്റ്റഡീസ് സംഘമാണ് തെരച്ചിൽ നടത്തുന്നത്. എല്ലായിടത്തും വിശദമായി പരിശോധിക്കുമെന്ന് പോലീസ് പറഞ്ഞു. എൻവയറൺമെന്റൽ സയൻസ് സെൻട്രൽ ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ് തിരുവനന്തപുരത്ത്. സാറേ, അതെ ഈ സ്പോട്ട് മാത്രമാണോ വീടിനകമാണ്? എല്ലായിടത്തും പരിശോധിക്കും. പള്ളിപ്പുറത്തെ ഈ വീട്ടുവളപ്പിൽ സെബാസ്റ്റ്യൻ, കേസിലെ പ്രതിയായിട്ടുള്ള സെബാസ്റ്റ്യൻ ആരെയൊക്കെ കൊന്നു കുഴിച്ചു മൂടിയിട്ടുണ്ട്. ഈ കാര്യങ്ങളിൽ എന്തായാലും ചില വിവരങ്ങൾ ഈ അന്വേഷണത്തോടെ, ഈ തെരച്ചിലോടെ കണ്ടെത്താൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് അന്വേഷണ സംഘത്തിനുള്ളത്. ശരണ്യ സ്നേഹജൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ശരണ്യ, കഴിഞ്ഞ ദിവസം ആ വീട്ടുവളപ്പിൽ നടത്തിയ പരിശോധനയിൽ ഒരു അസ്ഥികൂടം കണ്ടെത്തിയതാണ്. മറ്റു ചില നിർണായകമായിട്ടുള്ള വിവരങ്ങൾ, ലേഡീസ് ബാഗ് അടക്കം അവിടെ നിന്നും ലഭിച്ചതുമാണ്. ഇപ്പോൾ ഈ റഡാർ ഉപയോഗിച്ചുള്ള പരിശോധനയിൽ 3 സ്പോട്ടുകൾ കണ്ടെത്തിയ സാഹചര്യത്തിൽ ഈ ദുരൂഹമായ പല തിരോധാന കേസുകളുടെയും ചുരുളഴിയുമെന്ന് പ്രതീക്ഷയാമല്ലേ? ടോമി, ഇപ്പോൾ നടക്കുന്നത് ശാസ്ത്രീയമായ പരിശോധനയാണ്. നമ്മളിപ്പോൾ കാണുന്നത് സെബാസ്റ്റ്യന്റെ പള്ളിപ്പുറത്തുള്ള പുരയിടമാണ്. ഇവിടെ 2.5 ഏക്കറിന് മേളിലായി സ്ഥലം ഉണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ ഉദ്യോഗസ്ഥർ JCB ഉപയോഗിച്ചടക്കമുള്ള പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ദൃശ്യങ്ങൾ കാണുന്നത് തെങ്ങുകൾ ഉൾപ്പെടെ പിഴുത് ഉള്ള പരിശോധനയാണ്. അതായത് ഇനിയിപ്പോ ഉള്ളത് ഇവിടെ വന്നിരിക്കുന്നത് NCSSന്റെ സംഘമാണ്. അതായത് എർത്ത് സ്റ്റഡീസ് നടത്തുന്ന സയന്റിസ്റ്റുകളുടെ നേതൃത്വത്തിലുള്ള സംഘം ഇവിടെ എത്തിയിട്ടുണ്ട്. അവര് ആണ് ഈ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് അവര് കൊണ്ടുവന്നിട്ടുള്ള പെനട്രേറ്റിംഗ് റഡാറുകളുണ്ട്. ആ റഡാറുകൾ ഉപയോഗിച്ചിട്ട് 2.5 മീറ്റർ താഴ്ച വരെ അത് ഉപയോഗിച്ച് ഇത് പെനട്രേറ്റ് ചെയ്ത് നോക്കാൻ പറ്റും. അതിന്റെ സിഗ്നൽസ് ഉണ്ടോ, എന്തെങ്കിലും അടിയിൽ കുഴിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ മണ്ണിന്റെ ഘടനയിൽ വ്യത്യാസമുണ്ടോ എന്ന് അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കാൻ കഴിയുന്ന രീതിയിലുള്ള സംവിധാനം വെച്ചാണ് ഇപ്പോൾ അത് നടക്കുന്നത്. ആ ഒരു പരിശോധന ഒരു ഭാഗത്തായി നടന്നു പോകുമ്പോഴാണ് അതിന്റെ മറ്റ് ഭാഗങ്ങളിലായിട്ട് ഇപ്പോൾ JCB ഉപയോഗിച്ച്, അതായത് ഐഡന്റിഫൈ ചെയ്യുന്ന സ്പോട്ടുകൾ JCB ഉപയോഗിച്ച് മണ്ണ് നീക്കം ചെയ്ത് നോക്കുന്നത്. അങ്ങനെ ചില സ്ഥലങ്ങളിൽ മണ്ണ് നീക്കം ചെയ്തിട്ടുണ്ട്. ആ നീക്കം ചെയ്ത ഇടങ്ങളിലൊക്കെ തടികളും ഒക്കെയാണ് ഇപ്പോൾ കിട്ടിയിട്ടുള്ളത്. ആ രീതിയിലുള്ള മറ്റ് സംശയാസ്പദമായ സാധനങ്ങളൊന്നും കിട്ടിയിട്ടില്ല. ഇപ്പോൾ ഒരു തെങ്ങ്, നമ്മൾ ദൃശ്യങ്ങൾ കാണുന്ന ഒരു തെങ്ങ് നിന്നിരുന്ന ഭാഗം മാറ്റി അതിൻ്റെ താഴെ കുഴിച്ചു നോക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത്തരം പരിശോധനകളാണ് ഇവിടെ നടക്കുന്നത് എന്നുള്ളതാണ്. എന്തായാലും വളരെ തീവ്രമായ പരിശ്രമത്തിലാണ് 2 അന്വേഷണ സംഘങ്ങൾ, അതായത് കോട്ടയത്തും നിന്നുള്ള ക്രൈംബ്രാഞ്ച് സംഘവും ആലപ്പുഴയിൽ നിന്നുള്ള ക്രൈംബ്രാഞ്ച് സംഘവുമാണ് പരിശോധനകൾ ഏർപ്പെടുന്നത്. അതിൽ ഇന്നിപ്പോൾ എത്തിയിട്ടുള്ളത് ആലപ്പുഴയിൽ നിന്നുള്ള ക്രൈംബ്രാഞ്ച് സംഘമാണ് എത്തിയിട്ടുള്ളത്. അവര് ബിന്ദു പത്മനാഭൻ തിരോധാന കേസിലാണ് ഇപ്പോൾ ഈ NCSSന്റെ സഹായം തേടിക്കൊണ്ടുള്ള പരിശോധന നടത്തുന്നത്. ഇതിന്റെ വിവിധ സ്പോട്ടുകളായിട്ട് കുഴിച്ചു നോക്കി പരിശോധിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഈ NCSSലെ ഉദ്യോഗസ്ഥർ അവരുടെ റഡാർ സംവിധാനം കൊണ്ടുവന്നിട്ട് ഈ മണ്ണിന്റെ പുറത്ത് നിരക്കിയാണ് അത് പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നിരക്കി നീക്കുമ്പോൾ എന്തെങ്കിലും അസ്വാഭാവികമായി ഉണ്ടെങ്കിൽ അവരുടെ കയ്യിലുള്ള ലാപ്ടോപ്പിൽ അതിന്റെ ആ സിഗ്നൽസ് ഡിറ്റക്ട് ചെയ്യും. അങ്ങനെയുള്ള ഡിറ്റക്ഷനാണ് ഇപ്പോൾ അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. എന്തായാലും വളരെ തീവ്രമായ പരിശ്രമത്തിലാണ് അന്വേഷണ സംഘം ഈ കേസിനകത്ത് ഉള്ളത് എന്നുള്ളതാണ്. 4 സ്ത്രീകളുടെ തിരോധാനവുമായി ബന്ധപ്പെട്ടുള്ള സംശയത്തിന് നിഴലിലാണ് ഈ പറയുന്ന സെബാസ്റ്റ്യൻ എന്ന വ്യക്തി. അയാൾ ഇപ്പോൾ ജയനമ്മ തിരോധാന കേസിൽ പോലീസിന്റെ റിമാൻഡിലായിരുന്നു, ഇപ്പോൾ കസ്റ്റഡിയിലുമുണ്ട്. ഇയാളിൽ നിന്ന് പരമാവധി വിശദാംശങ്ങൾ തേടുമ്പോൾ പോലും ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി ഇയാൾ അന്വേഷണ സംഘത്തോട് ഒരു വിധത്തിലും സഹകരിക്കുന്നില്ല എന്നുള്ളതാണ്. അത്തരത്തിലുള്ള നിസ്സഹകരണം നിലനിൽക്കുമ്പോഴാണ് ശാസ്ത്രീയമായ പരിശോധനകളുടെ കാര്യങ്ങൾ വിലയിരുത്താം എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തുന്നത്.
നമ്മളെ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ തന്നെ ഈ ഭാഗങ്ങൾ കണ്ടോ ടോം, ഈ സ്ഥലങ്ങളൊക്കെ ഇതുപോലെ തോടും കുളങ്ങളും ഒക്കെ ഇടകലർന്ന ഒരു സ്ഥലമാണ്. അവിടെ നിന്ന് ഇതൊക്കെ കണ്ടെത്തുക എന്നുള്ളത് വളരെ ശ്രമകരമാണ്. ഈ കഴിഞ്ഞ ദിവസം മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തിയ സ്ഥലത്തു നിന്നും തൊട്ടടുത്തായിട്ടാണ് കഴിഞ്ഞ ദിവസം കോട്ടയം ക്രൈംബ്രാഞ്ച് സംഘം നടത്തിയ പരിശോധനയിൽ അസ്ഥിയുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയിട്ടുള്ളത്. അവിടെ അടക്കമുള്ള സ്പോട്ടുകൾ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. ഈ NCSന്റെ സംഘം ആദ്യം തന്നെ പുറത്തേക്ക് വന്ന വീടിന്റെ വടക്ക് കിഴക്ക് മൂലയ്ക്കായി പരിശോധന നടത്തിയിരുന്നു. അവിടെ ഒരു സ്പോട്ട് ഐഡന്റിഫൈ ചെയ്തു. 2.5 മീറ്റർ താഴ്ചയിലാണ് സ്പോട്ട് ഐഡന്റിഫൈ ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഇവർ പല സ്ഥലങ്ങളിലായിട്ട് സ്പോട്ട് ഐഡന്റിഫിക്കേഷൻ നടക്കുന്നുണ്ട്. പക്ഷേ ഇതൊരു വലിയ പുരയിടമാണ്. ചിലപ്പോൾ ഒരുപക്ഷെ താഴ്ചയിൽ മറ്റെന്തെങ്കിലുമൊക്കെ കുഴിച്ചിട്ടുണ്ടാവും. അങ്ങനെ ഇത് ഐഡന്റിഫൈ ചെയ്യാൻ ഭയങ്കര പാടാണ് എന്നുള്ളതാണ്. പക്ഷേ ഇതിനകത്തുള്ള പരിശോധന കൃത്യമായി നടത്താനാകും. പിന്നെ സംശയം ഉള്ള സ്ഥലങ്ങളൊക്കെയാണ് ഇപ്പോൾ അന്വേഷണ സംഘം പരിശോധിച്ചുകൊണ്ടിരിക്കുന്നതും. എന്തായാലും വീടിനകത്ത് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ഒപ്പം തന്നെ ഇപ്പോൾ ഈ 2.5 ഏക്കറുള്ള പുരയിടത്തിന്റെ വിവിധ ഭാഗങ്ങളായി ഐഡന്റിഫൈ ചെയ്ത സ്ഥലങ്ങളിൽ പരിശോധന നടക്കുന്നു. അതിനിടയിൽ തന്നെ അവിടെ ക്രൈംബ്രാഞ്ച് സംഘത്തിന്റെ കോട്ടയത്തെ സംഘത്തിന്റെ കയ്യിൽ സെബാസ്റ്റ്യൻ ഉണ്ട്. സെബാസ്റ്റ്യൻ ഇപ്പോഴും വിവരങ്ങൾ തുറന്നു പറയാനായി തയ്യാറാകുന്നില്ല. ആ ഒരു പശ്ചാത്തലമാണ് നിലനിൽക്കുന്നത്. എങ്കിൽ പോലും ഇന്നിപ്പോൾ നടത്തുന്ന ശാസ്ത്രീയ പരിശോധനകൾ അടക്കമുള്ള കാര്യങ്ങൾ ഈ കേസിൽ എന്തെങ്കിലും തരത്തിൽ ഗുണം ചെയ്യുമെങ്കിൽ അത് ഗുണം ചെയ്യണം എന്നുള്ളതാണ്. നമുക്ക് ഇന്ത്യയിലെ തന്നെ രണ്ടാമതാണ് ഒരു കുറ്റാന്വേഷണത്തിൽ ഇന്ത്യയിൽ തന്നെ രണ്ടാമതാണ് NCSന്റെ സഹായം തേടുന്നത്. ഇവർ ആർക്കിയോളജി സർവേക്കും ആർക്കിയോളജി ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട എർത്ത് സ്റ്റഡീസുമായി ബന്ധപ്പെട്ട സഹായങ്ങളൊക്കെ നൽകുന്ന സംവിധാനമാണ്. അതിൽ നിന്നും കുറ്റാന്വേഷണ കേസുകളിലേക്ക് ഉൾപ്പെടുത്താൻ വേണ്ടി സ്പെഷ്യൽ റിക്വസ്റ്റ് നൽകിയാണ് ഇപ്പോൾ ഈ സംഘത്തിനെ കേന്ദ്ര സർക്കാരിന്റെ അധീനതയിലുള്ള ഡിപ്പാർട്ട്മെന്റാണ് ഇവരെ ഇപ്പോൾ ഇതിനകത്ത് നിയോഗിച്ചിട്ടുള്ളത്, ഈ സയന്റിസ്റ്റുകൾ നിയോഗിച്ചിട്ടുള്ളത്. ഇവരിപ്പോൾ ഇതിനു മുമ്പ് ഒരു നിസാമുദ്ദീൻ എന്ന 15 വയസ്സുകാരന്റെ തിരോധാന കേസുമായി ബന്ധപ്പെട്ട് ഇങ്ങനൊരു ഇൻവെസ്റ്റിഗേഷൻ നടത്തിയിരുന്നു. ഇവരെ സഹായം തേടിയിരുന്നു. അന്നും ഒരു പരിമിതിയായിരുന്നത്, അന്നും 1 ഏക്കറോളം ഈ കുട്ടി അവസാനമായി കണ്ടു എന്ന് പറഞ്ഞ സ്ഥലത്ത് പരിശോധന നടത്തിയപ്പോൾ അത് 1.5 ഏക്കറോളം സ്ഥലം ഉണ്ടായിരുന്നു. ആ സ്ഥലത്തും ഇതുപോലെ ഈ ഉപകരണം ഉപയോഗിച്ചുള്ള പരിശോധന എന്ന് പറയുന്നത് ഒരുപാട് ദിവസം എടുക്കേണ്ടി വരും. അപ്പോൾ അന്നും ഇവർക്ക് ഈ സ്ഥലത്തിന് അത്രയും വലിയ സ്ഥലം ഉള്ളത് കൊണ്ട് തന്നെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥ ഉണ്ടായിരുന്നു. എന്തായാലും ഇവിടെ കുറേ സ്പോട്ടുകൾ ഇപ്പോൾ അവർ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. ഇനി കുഴിച്ചു നോക്കുമ്പോൾ അറിയാം അതിനടിയിൽ എന്താണ് എന്നുള്ളത്. ടോം, തീർച്ചയായും ശരണി സൂചിപ്പിച്ചതുപോലെ ശരണി ഇപ്പോഴും ഈ നാഷണൽ സെന്റർ ഫോർ എർത്ത് സയൻസ് സ്റ്റഡീസ് സംഘത്തിൻ്റെ പരിശോധന, റഡാർ ഉപയോഗിച്ചുള്ള പരിശോധന നടക്കുന്നുണ്ട്. ആ ദൃശ്യങ്ങളിൽ നിന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ നിലവിൽ 3 സ്പോട്ടുകൾ കണ്ടെത്തിയിട്ടുണ്ട്. ഒരു മൃതദേഹം, നേരത്തെ ഒരു മൃതദേഹാവശിഷ്ടം, ഒരു അസ്ഥികൂടം കണ്ടെത്തിയിരുന്നു. ശരണയുടെ തൊട്ട് പിന്നിൽ കാണുന്ന ആ കുളത്തിൽ നിന്നും ചില അസ്ഥി കഷ്ണങ്ങൾ കണ്ടെടുത്തിരുന്നു. ഒരുപക്ഷെ ഈ വിശദമായ പരിശോധന, ഈ സംഘത്തിൻ്റെ പരിശോധനയിൽ കൂടുതൽ സ്പോട്ടുകൾ കണ്ടെത്താൻ കഴിഞ്ഞാൽ ഒരുപക്ഷെ ഈ 4 പേരെ മാത്രമായിരിക്കുമോ ഇയാൾ കൊന്നു കുഴിച്ചു മൂടിയത്, അങ്ങനെ ആ രീതിയിലുള്ള സംശയം. അതിൽ കൂടുതൽ ആളുകളെ സെബാസ്റ്റ്യൻ കൊലപ്പെടുത്തിയിട്ടുണ്ടാകുമോ? ഈ പല കേസുകളും തിരോധാന കേസുകളാണ്. ഈ കാലയളവിൽ, ഈ 20 വർഷ കാലയളവിൽ കാണാതായിട്ടുള്ള സ്ത്രീകളുടെ തിരോധാന കേസുകളിലൊക്കെ സെബാസ്റ്റ്യനെ സംശയിക്കുന്നുണ്ടോ അന്വേഷണ സംഘം? ഒന്നും പറയാനാകാത്തൊരവസ്ഥയാണ്. കാരണം അന്വേഷണ സംഘങ്ങൾ കരുതുന്നത് ഈ സ്ത്രീകൾ ആരും തന്നെ ജീവിച്ചിരിപ്പില്ല എന്നുള്ളതാണ്. ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ അവർ അപായപ്പെട്ടിട്ടുണ്ട് എന്നുള്ള കണക്കുകൂട്ടൽ തന്നെയാണ് അന്വേഷണ സംഘം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ സെബാസ്റ്റ്യനെ സംബന്ധിച്ച് കേസിലേക്ക് കണക്ട് ചെയ്യുക എന്നുള്ളത് ജൈനമ്മ തിരോധാന കേസിൽ മാത്രമാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിന് അയാളെ കണക്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. ഈ സ്ത്രീകൾ എല്ലാവരുമായിട്ടും അടുത്ത ബന്ധം ഇയാൾ പുലർത്തിയിരുന്നു എന്നുള്ളത് അന്വേഷണ സംഘം വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ അങ്ങനെ വ്യക്തമാക്കുമ്പോഴും എല്ലാ രീതിയിലും സമാന സ്വഭാവങ്ങൾ കേസുകൾ കൊള്ളുമ്പോൾ പോലും തെളിവുകളിലേക്ക് ഇയാളെ കൊണ്ടുപോകുക എന്നുള്ളത് ജൈനമ്മ തിരോധാന കേസിലാണ് ഇപ്പോൾ പ്രധാനമായി അന്വേഷണ സംഘത്തിന് ലഭ്യമായിട്ടുള്ളത്. അത്തരത്തിൽ ജൈനമ്മ തിരോധാന കേസ് അടക്കമുള്ള കേസുകളിലാണ് ഇപ്പോൾ അതുമായി കണക്ട് ചെയ്താണ് ഇപ്പോൾ ഒരു തുമ്പിലേക്ക് അന്വേഷണ സംഘത്തിന് പോകാൻ കഴിഞ്ഞിട്ടുള്ളത് എന്നുള്ളതാണ്. എന്തായാലും ഇപ്പോൾ ഈ ജൈനമ്മ കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ടോം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത് ആരുടേതൊക്കെയാണ് ഈ അസ്ഥികൂടങ്ങൾ, അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ തന്നെയാണോ എന്നുള്ളതൊക്കെ ഇനി ഐഡന്റിഫൈ ചെയ്യേണ്ടിയിരിക്കുന്നു. അതിൽ DNA പരിശോധന ഫലം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. DNA പരിശോധന ഫലം വന്നാൽ മാത്രമേ അത് ആരുടേതാണ് എന്ന് വ്യക്തമാക്കാനായി കഴിയുകയുള്ളൂ. ടോം, DNA പരിശോധനാ ഫലം പുറത്തു വന്നാൽ മാത്രമേ ഈ നേരത്തെ കണ്ടെത്തിയ അസ്ഥികൂടം അത് ആരുടേതാണെന്ന് കണ്ടെത്താൻ കഴിയുകയുള്ളൂ. പക്ഷേ
ശരണ്യ, ഇവിടെ ബിന്ദു പത്മനാഭൻ്റെ ഏറ്റവും ഒടുവിൽ എനിക്ക് തോന്നുന്നു ഈ ബിന്ദു പത്മനാഭൻ്റെ തിരോധാന കേസുമായി ബന്ധപ്പെട്ടാണ് ഈ ഒരു റഡാർ പരിശോധന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഈ അന്വേഷണ സംഘം ഈ സംഘത്തെ സമീപിക്കുന്നത്. പക്ഷേ ഇവിടെ ഇപ്പോൾ ആ ഒരു അന്വേഷണം മാത്രമല്ല, ഐഷ, സിന്ധു എന്ന ബിന്ദു, അതോടൊപ്പം ജൈനമ്മ, ഈ 4 പേരിലും ആരുടെ മൃതദേഹമാണ് ആദ്യം ആരുടെ അസ്ഥികൂടമാണ് ആദ്യം കണ്ടെത്തിയത് എന്ന കാര്യത്തിൽ എന്തായാലും പരിശോധനാ ഫലം പുറത്തു വന്നാൽ അക്കാര്യത്തിലൊരു വ്യക്തത വരും. അതിനായി ഏതൊക്കെ രീതിയിൽ ആരുടെയൊക്കെ രക്ത സാമ്പിളുകളാണ് ഈ DNA പരിശോധനയ്ക്കായി അയച്ചിരിക്കുന്നത്. മാത്രമല്ല ഇവിടെ ബിന്ദു പത്മനാഭൻ്റെ സഹോദരൻ പുറത്താണ്, ആ സഹോദരൻ്റെ വിദേശത്താണ്, അദ്ദേഹത്തെ നാട്ടിലെത്തിക്കണം. അതിനുശേഷം മാത്രമായിരിക്കും അത്തരം നടപടിക്രമങ്ങളിലേക്ക് കിടക്കുകയുള്ളൂ. അതിനുവേണ്ടിയുള്ള നടപടികൾ അന്വേഷണ സംഘം, ക്രൈംബ്രാഞ്ച് സംഘം ആരംഭിച്ചിട്ടുണ്ടോ? ബിന്ദു പത്മനാഭന്റെ സഹോദരൻ ഇപ്പോൾ ഇന്നോ നാളെയോ നാട്ടിലെത്തുമെന്നുള്ളതാണ് നമുക്ക് കിട്ടിയിട്ടുള്ള വിവരം. ആദ്യം തന്നെ ബിന്ദുവിന്റെ കേസുമായി ബന്ധപ്പെട്ട DNA സാമ്പിളുകൾ ശേഖരിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ രണ്ടാമത് വീണ്ടും എടുക്കണമെന്നുള്ളത് കൊണ്ടാണ് ഇയാളോട് ഇവിടേക്ക് എത്താൻ പറഞ്ഞിട്ടുള്ളത്. ഇറ്റലിയിലാണ് ബിന്ദുവിന്റെ സഹോദരൻ പ്രവീൺ ഉള്ളത്. പ്രവീൺ നാട്ടിലേക്ക് തൊട്ടടുത്ത ദിവസം തന്നെ എത്തുമെന്നുള്ള വിവരമാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഒപ്പം തന്നെ അതിനോടൊപ്പം തന്നെ മറ്റ് അന്വേഷണ ഉദ്യോഗസ്ഥരുടെ മറ്റു ആളുകളുടെ കൂടി അവരെ കൂടി അന്വേഷണ സംഘം വിളിച്ചിട്ടുണ്ട്. അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തിരുവനന്തപുരം സ്വദേശിയായ ബിന്ദു എന്ന സിന്ധു, ഒപ്പം ഈ ഐഷ തിരോധാനത്തിൽ ഐഷയുടെ ബന്ധുക്കളെ രക്തസാമ്പിളുകൾ ശേഖരിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ DNA സാമ്പിളുകൾക്കുള്ള പരിശോധനയ്ക്കുള്ള സാമ്പിളുകൾ ശേഖരിച്ചിട്ടുണ്ട്. ഒപ്പം ബിന്ദു പത്മനാഭന്റെ കേസിലും അത് നടക്കുന്നുണ്ട്. ജൈനമ്മയുടെയും സാമ്പിളുകൾ ശേഖരിച്ചിട്ടുണ്ട്. അങ്ങനെ പ്രധാനമായും 3 കേസുകളാണ് ഇപ്പോൾ ഡയറക്റ്റ് കണക്ഷൻ വന്നിട്ടുള്ളത്. അത് ഒന്ന് ഈ ബിന്ദു പത്മനാഭന്റെ കേസും ഒപ്പം തന്നെ ജൈനമ്മ, ഐഷ കേസുകൾ. സിന്ധു സമാനമായ സാഹചര്യമുള്ള കുടുംബ പശ്ചാത്തലമുള്ള ഒരു സ്ത്രീയാണ് മിസ്സിംഗ് ആയിട്ടുള്ളത്. ചേർത്തല സ്വദേശിനി കൂടിയാണ്. സെബാസ്റ്റ്യനുമായി ഈ സ്ഥലത്തിനൊക്കെ അടുത്തുള്ള ഒരു വ്യക്തി തന്നെയാണ് മിസ്സിംഗ് ആയിട്ടുള്ളത് എന്നുള്ളതാണ്. അതുകൊണ്ട് ആ കേസും കൂടി ചേർത്ത് വെച്ച് അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ട്. പക്ഷേ ഈ അടുത്ത ദിവസം, അതായത് ഇപ്പോൾ ഈ DNA സാമ്പിളുകളുടെ പരിശോധനാ ഫലം ലഭിച്ചാൽ മാത്രമേ ഇതൊക്കെ ആരുടേതൊക്കെയാണ് അല്ലെങ്കിൽ ഒരാളുടെ തന്നെയാണോ എന്നുള്ള ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുകയുള്ളൂ. പഴക്കമുള്ള അസ്ഥികളാണെന്നൊക്കെയുള്ള അഭിപ്രായം ഉയർന്നിട്ടുണ്ട്. ഒരുപക്ഷെ അത് മറ്റാരുടെയെങ്കിലും ആണോ? 2012 ഐഷയെ കാണാതാകുന്നത്. 2006 മുതൽ ബിന്ദു പത്മനാഭനെ കാണാനില്ല. 2012 മുതൽ ഐഷയെ കാണാനില്ല. ഒപ്പം തന്നെ 2024 ഡിസംബറിലാണ് ജൈനമ്മയെ കാണാതാകുന്നത്. ഒപ്പം അതിനിടയ്ക്കാണ് മിസ്സിംഗ് ആയിട്ടുള്ള സിന്ധു എന്ന ബിന്ദുവിൻ്റെ തിരോധാനം കൂടി അന്വേഷണ സംഘം അന്വേഷിക്കുന്നത്. അങ്ങനെയൊക്കെ പോകുമ്പോൾ വളരെ കോൺഫിഡൻസിലൂടെ മുന്നോട്ട് പോകുന്ന സെബാസ്റ്റ്യനെയാണ് ഇപ്പോൾ അന്വേഷണ സംഘം കണ്ടുകൊണ്ടിരിക്കുന്നത്. അയാൾ ഇതിനകത്ത് കൃത്യമായ നിയമോപദേശം തേടിയിട്ടുണ്ട്. ഒപ്പം തൻ്റെ അനാരോഗ്യം പറഞ്ഞുകൊണ്ട് അന്വേഷണ സംഘത്തെ ഓരോ ഘട്ടത്തിലും അയാൾ ബുദ്ധിപൂർവ്വം തടഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ടോം. വ്യക്തമാണ്. ശരണ്യ സ്നേഹജനാണ് വിവരങ്ങൾ നൽകിയത്. കോട്ടയം ഏറ്റുമാനൂർ സ്വദേശിനി ജൈനമ്മ തിരോധാനത്തിൽ സെബാസ്റ്റ്യന്റെ ഭാര്യ സുബിയുടെ മൊഴി ക്രൈംബ്രാഞ്ച് രേഖപ്പെടുത്തുകയാണ്. കോട്ടയം ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്ക് വിളിച്ചു വരുത്തിയാണ് മൊഴിയെടുക്കുന്നത്. നേരത്തെയും സുബിയുടെ മൊഴി ക്രൈംബ്രാഞ്ച് രേഖപ്പെടുത്തിയിരുന്നു. ശ്രീജിത്ത് കൂടി ചേരുന്നു വിവരങ്ങളുമായി. ശ്രീജിത്ത്, ഈ വളരെ നിഗൂഢതകൾ നിറഞ്ഞതാണ് സെബാസ്റ്റ്യന്റെ ജീവിതം. ഇതേക്കുറിച്ച് ഭാര്യ സുബിക്ക് അറിവുള്ളതാണോ? പ്രത്യേകിച്ചും ഇയാളുടെ ഒരു ക്രിമിനൽ പശ്ചാത്തലമൊക്കെ അറിവുള്ള വ്യക്തിയാണോ ഭാര്യ? സുബിക്കൊന്നും അറിയില്ല എന്നുള്ളതാണ് ആദ്യം ചോദ്യം ചെയ്യൽ നടത്തിയപ്പോൾ, മൊഴിയെടുപ്പ് നടത്തിയപ്പോൾ സുബി പറഞ്ഞ വിവരം. ഇക്കാര്യത്തിൽ പല വ്യക്തതകളും വരുത്തുന്നതിന് വേണ്ടിയാണ് സുബിയെ വീണ്ടും വിളിച്ചു വരുത്തി വീണ്ടും ചോദ്യം ചെയ്യുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത്. ക്രൈംബ്രാഞ്ച് ഓഫീസിൽ രാവിലെ ഏതാണ്ട് 11 മണിയോടുകൂടിയാണ് സുബി എത്തിയിട്ടുള്ളത്. സുബിയുടെ മൊഴിയെടുപ്പ് തുടരുകയാണ്. പ്രത്യേകിച്ച് ഈ സെബാസ്റ്റ്യനെ കുറിച്ച് യാതൊന്നും അറിയില്ല. അതായത് ഇങ്ങനെ ക്രിമിനൽ പശ്ചാത്തലത്തിൽ ഏതെങ്കിലും തരത്തിൽ ഇടപെടുന്നതായി അറിയില്ല എന്നാണ് സുബിയുടെ ഒരു മൊഴി. പ്രത്യേകിച്ച് ബിന്ദു പത്മനാഭന്റെ സ്വത്ത് വാങ്ങി എന്നുള്ളതാണ് വിവാഹ സമയം താൻ അറിഞ്ഞിരുന്നത്. പിന്നീടാണ് അതൊരു കേസായി മാറുകയൊക്കെ ചെയ്തിട്ടുള്ളത് എന്നതാണ് സുബി ക്രൈംബ്രാഞ്ചിന് നൽകിയിരിക്കുന്ന മൊഴിയിൽ പറയുന്നത്. അതേസമയം തന്നെ തന്നോടും മകളോടും വളരെ കാര്യമായി സ്നേഹത്തോടെ പെരുമാറിയിരുന്ന ആളാണ്. ആരോഗ്യ പ്രശ്നങ്ങൾ കാര്യമായി അലട്ടിയിരുന്നു. അതുകൊണ്ട് തന്നെ ആശുപത്രിയിലെല്ലാം കൊണ്ടുപോയിരുന്നത് താനാണ് എന്നുകൂടി അദ്ദേഹം അവർ വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഇതിൽ ഇനിയും നിഗൂഢത മാറാനുള്ള പല കാര്യങ്ങളുമുണ്ട്. അതിനാണ് വലിയ ദിവസങ്ങളെടുത്തുള്ള പരിശോധനയിലേക്ക് ക്രൈംബ്രാഞ്ച് സംഘം കടക്കുന്നത്. പലയിടത്തും തെളിവെടുപ്പ് ബാക്കിയുണ്ട്. ഒരുപക്ഷെ ഇന്ന് എരുമേലിയിൽ കൊണ്ടുപോയി ഈരാറ്റുപേട്ടയിൽ കൊണ്ടുപോയി മൊബൈൽ ചാർജ് ചെയ്ത സ്ഥലത്ത്
ഒരു പരിശോധന തെളിവെടുപ്പ് നടത്തിയേക്കുമെന്നുള്ള വിവരങ്ങൾ ഉണ്ടായിരുന്നു. ഈ അവസാന കാലത്ത് ഈ പിടികൂടുന്നത് വരെ ഏറ്റുമാനൂരിലെ വെട്ടിമുകളിലെ വീട്ടിൽ തന്നെയായിരുന്നു സെബാസ്റ്റ്യൻ ഉണ്ടായിരുന്നത്. ഈ ഭാഗത്ത് നിന്നാണ് ക്രൈംബ്രാഞ്ച് സംഘം സെബാസ്റ്റ്യനെ കസ്റ്റഡിയിലെടുക്കുകയും തുടർന്ന് ചോദ്യം ചെയ്യുകയൊക്കെ ചെയ്യുന്ന നില ഉണ്ടായിട്ടുള്ളത്. എന്തായാലും ഈ വിഷയത്തിൽ പല തുമ്പുകളും കിട്ടിയിട്ടുണ്ട് എന്ന് അന്വേഷണ സംഘം പറയുന്നുണ്ട്. പക്ഷെ അത് എന്തൊക്കെ എന്നുള്ളത് ഇപ്പോൾ അവർ പുറത്തുവിടാൻ തയ്യാറാകുന്നില്ല. എന്തായാലും നിരവധി CCTV അടക്കം, പ്രത്യേകിച്ച് എറണാകുളം ക്രൈംബ്രാഞ്ചിലെ ചില ഉദ്യോഗസ്ഥരും ഇന്ന് കോട്ടയത്തുണ്ട്. ഈ മൊബൈൽ ഫോണുമായി ബന്ധപ്പെട്ടതാണ് അവരുടെ അന്വേഷണം നടന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെ വിവിധ ക്രൈംബ്രാഞ്ച് യൂണിറ്റുകൾക്ക് കീഴിലെ പല ഉദ്യോഗസ്ഥരെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ടോം. യെസ്, അതോടൊപ്പം ശ്രീജിത്ത്, ഈ വളരെ ശരണി നേരത്തെ സൂചിപ്പിച്ചതുപോലെ വളരെ ആത്മവിശ്വാസത്തോടു കൂടിയാണ് സെബാസ്റ്റ്യൻ ക്രൈംബ്രാഞ്ച് സംഘത്തിൻ്റെ ചോദ്യങ്ങളോട് പ്രതികരിക്കുന്നത്. ഇയാൾ നിയമോപദേശം തേടിയിട്ടുണ്ട്. ഒരിക്കലും ഈ ഒരു കുറ്റം ഇതുവരെ സംബന്ധിച്ചിട്ടില്ല. ഇയാളുടെ ആരോഗ്യ പ്രശ്നമാണ് ആ രീതിയിലുള്ള ഒരു ചോദ്യം ചെയ്യലിൻ്റെ ഒരു സ്വഭാവം പോലും ഒരു കടുപ്പിക്കാതെ അന്വേഷണ സംഘം നീങ്ങുന്നത്, കാര്യങ്ങൾ ചോദ്യം ചെയ്യലുമായി മുന്നോട്ട് നീങ്ങുന്നത്. പക്ഷേ ഏതെങ്കിലും സൂചന, പ്രത്യേകിച്ചും അവിടെ നിന്നൊരു അസ്ഥികൂടവും കഴിഞ്ഞ ദിവസങ്ങളിൽ അസ്ഥി കഷ്ണങ്ങളടക്കം കണ്ടെത്തിയ സാഹചര്യത്തിൽ ഇയാൾ കുറ്റം സമ്മതിച്ചിട്ടുണ്ടോ? എന്തെങ്കിലും സൂചനകൾ ഇതുമായി ബന്ധപ്പെട്ട് ലഭ്യമായിട്ടുണ്ടോ ശ്രീജിത്ത്? ഇയാൾ കുറ്റം സംബന്ധിച്ച ചില സൂചനകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതിനപ്പുറത്തേക്ക് ക്രൈംബ്രാഞ്ച് സംഘം കഴിഞ്ഞ 2-3 ദിവസമായി കാര്യമായി വിവരങ്ങളൊന്നും പുറത്തു വിടുന്നില്ല എന്നുള്ളതാണ് എടുത്ത് പറയാനുള്ളത്. ക്രൈംബ്രാഞ്ചിനെ സംബന്ധിച്ച് ജൈനമ്മ കേസാണ് കോട്ടയം ക്രൈംബ്രാഞ്ച് യൂണിറ്റ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട പല തെളിവുകളുമാണ് കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി ഈ കണ്ടെത്തിയ അസ്ഥികൂടങ്ങൾ, അതിന്റെ ഭാഗങ്ങൾ അത് ജൈനമ്മയുടേത് തന്നെയാണോ എന്ന് ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. അതല്ലാതെ ബാക്കി തെളിവുകളെല്ലാം കണ്ടെത്തി ഇങ്ങനെ ഫോൺ ഒളിപ്പിച്ചു വെച്ചു, അത്തരം തെളിവുകളൊക്കെ കണ്ടെത്തുക എന്നുള്ളതിനപ്പുറത്തേക്ക് ഒന്നുകിൽ ജൈനമ്മ മരിച്ചിട്ടുണ്ട് എന്നതിന്റെ തെളിവുകൾ ഒരുപക്ഷെ ക്രൈംബ്രാഞ്ചിനെ സംബന്ധിച്ച് തെളിവുകളായി, ശാസ്ത്രീയ തെളിവുകളായി കണ്ടെത്തേണ്ടി വരും. അതല്ലെങ്കിൽ സെബാസ്റ്റ്യൻ കുറ്റം സമ്മതിക്കേണ്ടി വരും. ഇതുവരെ നമുക്ക് ലഭ്യമാകുന്ന വിവരമനുസരിച്ച് സെബാസ്റ്റ്യൻ കുറ്റം സമ്മതിച്ചിട്ടില്ല. പക്ഷെ കുറച്ചുകൂടി നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാൾ കുറച്ചുകൂടി സഹകരിക്കുന്നുണ്ട് അന്വേഷണ സംഘത്തോട് എന്നുള്ളതാണ്. അന്വേഷണ സംഘത്തിനുള്ള വെല്ലുവിളി അത് തന്നെയാണ്. ഏതാണ്ട് 10-70 വയസ്സിനടുത്ത് പ്രായമുള്ള ഒരാളെ ചോദ്യം ചെയ്യുമ്പോൾ ഉണ്ടാകുന്നത്, എല്ലാ ദിവസവും വൈദ്യപരിശോധന നടത്തിയ ശേഷമാണ് ചോദ്യം ചെയ്യൽ പ്രക്രിയയിലേക്ക് ക്രൈംബ്രാഞ്ച് കടക്കുകയും ചെയ്യുന്നത്. ആ നിലയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അവിടെയാണ് പക്ഷേ ക്രൈംബ്രാഞ്ച് മറ്റൊരു വഴി തേടുന്നത്. അത് ശാസ്ത്രീയ വിവരങ്ങളാണ്. ഇയാളുടെ ടവർ ലൊക്കേഷൻ അടക്കം കേന്ദ്രീകരിച്ച് നടത്തി വിവിധ പരിശോധനകൾ നടത്തിക്കൊണ്ട് ഇയാൾക്ക് ഈ കേസിൽ ബന്ധമുണ്ട് എന്ന് ക്രൈംബ്രാഞ്ച് സ്ഥാപിക്കാനുള്ള ശ്രമമാണ് ഫലത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനുള്ള തെളിവുകളാണ് അവർ ശേഖരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തൊക്കെ കിട്ടി, മൊബൈലുമായി ബന്ധപ്പെട്ടത്, സ്വർണവുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊക്കെ ഉണ്ട്. അതിനും അപ്പുറത്തേക്ക് കൂടുതൽ തെളിവുകൾ ഉണ്ട് എന്നാണ് ക്രൈംബ്രാഞ്ച് സംഘം നൽകുന്ന സൂചന. അതെന്തൊക്കെ എന്നുള്ളത് ഒരുപക്ഷെ ഇനിയുള്ള ദിവസങ്ങളിൽ അല്ലെ ഇനിയുള്ള മണിക്കൂറുകളിൽ മാത്രമേ നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ. ജി ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ സെബാസ്റ്റ്യൻ്റെ ഭാര്യ സുബിയെ കോട്ടയത്ത് ക്രൈംബ്രാഞ്ച് ഓഫീസിൽ അന്വേഷണ സംഘം ചോദ്യം ചെയ്യുകയാണ്. ഈ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട്, അതല്ലെങ്കിൽ സെബാസ്റ്റ്യൻ്റെ കഴിഞ്ഞകാല ജീവിതത്തിലെ ഈ ദുരൂഹമായിട്ടുള്ള ജീവിതത്തിലെ പല കാര്യങ്ങളും ചോദിച്ച് അറിയാനുള്ള നീക്കമാണ് ഇപ്പോൾ നടക്കുന്നത്. കർണാടക ധർമ്മസ്ഥലയിൽ SITയുടെ അപ്രതീക്ഷിത നീക്കം. പോയിന്റ് 13-ൽ മണ്ണ് കുഴിച്ചുള്ള പരിശോധനയ്ക്കായി ഒരുക്കങ്ങൾ നടത്തുന്നതിനിടെ തീരുമാനം മാറ്റി സംഘം ബംഗളക്കുന്ന് വനത്തിനകത്തേക്ക് തിരച്ചിൽ വ്യാപിപ്പിച്ചു. ഇത് നേരത്തെ അടയാളപ്പെടുത്താത്ത ഇടമാണ്. കഴിഞ്ഞ ദിവസം കൂടുതൽ മൃതദേഹാവശിഷ്ടങ്ങൾ ലഭിച്ചതും ഇവിടെ നിന്നാണ്. 1ാം ഘട്ട പരിശോധന അവസാന പോയിന്റിൽ എത്തി നിൽക്കെയാണ് SITയുടെ ഈ നീക്കമുണ്ടായത്. അതേസമയം 3ാം പോയിന്റിൽ നിന്ന് 4 അസ്ഥികൂട അവശിഷ്ടങ്ങളും മാർക്ക് ചെയ്യാത്ത സ്ഥലത്ത് നിന്ന് ഒരു പൂർണ്ണ മനുഷ്യ അസ്ഥികൂടവും ഒരു തലയോട്ടിയും കണ്ടെത്തിയതായാണ് സൂചന. മാർക്ക് ചെയ്യാത്ത സ്ഥലത്ത് നിന്ന് ലഭിച്ചത് 3 പേരുടെ മൃതദേഹാവശിഷ്ടമെന്നാണ് സംശയിക്കുന്നത്. ഇതിനിടെ ശുചീകരണ തൊഴിലാളി മൃതദേഹം മറവ് ചെയ്യുന്നത് കണ്ടെന്ന് അവകാശപ്പെട്ട് 6 പ്രദേശവാസികൾ SITയെ സമീപിച്ചിട്ടുണ്ട്. KV ബൈജു ചേരുന്നു വിവരങ്ങളുമായി. ബൈജു, അപ്രതീക്ഷിതമായ നീക്കം SITയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. അതായത് ഈ സ്പോട്ട് പോയിന്റിന് പുറമെ ബംഗളക്കുന്ന് വനത്തിനകത്തേക്ക് തെരച്ചിൽ നടക്കുന്നു. അവിടെ നിന്നും ചില നിർണായകമായിട്ടുള്ള വിവരങ്ങൾ, ചില തെളിവുകൾ കണ്ടെത്തിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തൊക്കെയാണ് ഇന്നത്തെ തിരച്ചിലുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വിവരങ്ങൾ? എന്തൊക്കെയാണ് ബൈജു?
ടോമെ, ഇന്ന് 13ാം പോയിന്റിലായിരുന്നു പരിശോധന നടത്തേണ്ടത്. 11:30ക്കാണ് സാധാരണ പരിശോധന നടത്താറ്. അതിനുള്ള ഒരുക്കങ്ങളെല്ലാം നടക്കവേ പെട്ടെന്നാണ് സംഘം, ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം, ഇതാണ് ആ പോയിന്റ്. ഇവിടെ നിന്നും ഈ ബംഗളക്കുന്ന് വനത്തിനകത്തേക്ക് ഇപ്പോൾ ഈ SIT സംഘം ശുചീകരണ തൊഴിലാളിയുമായി ഇപ്പോൾ പോയിട്ടുണ്ട്. ഏകദേശം 1 മണിയോടുകൂടിയാണ് സംഘം എത്തിയത്. വലിയ തോതിലുള്ള സന്നാഹങ്ങളോടുകൂടി എത്തി. ഇപ്പോൾ ഇതിനകത്ത് പോയി ഇതുവരെ തിരിച്ച് വന്നിട്ടില്ല. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് ഇവർക്കുള്ള ഉച്ചഭക്ഷണം അവിടത്തേക്ക് കൊണ്ടുപോകുന്നതാണ്. അതുവഴിയാണ് അകത്തേക്ക് പോകുന്ന വഴി. അതാണ് നമുക്കറിയാം. ഇതൊരു സർപ്രൈസ് സ്പോട്ടെന്ന് SIT പറഞ്ഞ സ്ഥലമാണ്. ഇവിടെയാണ് കഴിഞ്ഞ ദിവസം ഒരു പൂർണ്ണ മനുഷ്യന്റെ അസ്ഥികൂടവും ഒപ്പം മറ്റൊരു തലയോട്ടിയും ഒരു 60ഓളം അസ്ഥികൾ ലഭിച്ച സ്ഥലം. എന്തായാലും ഇത് വളരെ പ്രധാനമാണ് ഇന്നത്തെ ഈ തെരച്ചിൽ. കാരണം 13ാം സ്പോട്ടിലെ പരിശോധന നടക്കേണ്ടത് അത് ഒഴിവാക്കി വളരെ പെട്ടെന്ന് തന്നെ ഇങ്ങനെ ഒരു സ്പോട്ടിലേക്ക്, അതായത് നേരത്തെ തീരുമാനിക്കാത്ത, മാർക്ക് ചെയ്യാത്ത ഒരു സ്പോട്ടിലേക്ക് പോകുന്ന ഒരു സാഹചര്യം. ഇപ്പോൾ തത്സമയ ദൃശ്യങ്ങൾ കാണുന്നത് ഇവർക്കുള്ള ഉച്ചഭക്ഷണത്തിന് സമയത്ത് ഇത്തരത്തിൽ ഭക്ഷണം ഇവിടെ എത്തിക്കാറുണ്ട്. അതായത് ഈ വനത്തിൽ നിന്നും പുറത്തു പോകാതെ അതിനകത്ത് തന്നെ പരിശോധന നടത്തി വൈകിട്ട് 6ഓടുകൂടി തിരിച്ചു വരുന്ന ഒരു രീതിയാണ് നമ്മൾ ഇവിടുന്ന് കാണാൻ സാധിക്കുന്നത്. ഈ ദൃശ്യങ്ങളിൽ കാണുന്ന സ്ഥലത്തെ കൂടി ഇതിനകത്തേക്ക് പോയാണ് ഇവർക്കുള്ളത്. അതായത് ഇത് നേരത്തെ മാർക്ക് ചെയ്ത 11, 12 ഈ 2 പോയിന്റിന് ഇടയിലുള്ള ഒരു സ്ഥലമാണ്. ഈ ഭാഗത്ത് ഒരുപാട് മൃതദേഹങ്ങൾ ഇതിനകത്ത് വനത്തിനകത്ത് കുഴിച്ചിട്ടിട്ടുണ്ടെന്നാണ് ശുചീകരണ തൊഴിലാളി കഴിഞ്ഞ ദിവസം മൊഴി നൽകിയത്. അതിനെ തുടർന്നാണ് അവിടെ ഒരു പരിശോധന നടത്തിയതും അങ്ങനെ വസ്തുക്കൾ കിട്ടിയതും. പിന്നീട് 12ലെയും 12ലെയും പരിശോധന തുടരുന്ന സാഹചര്യമായിരുന്നു കഴിഞ്ഞ ദിവസം കണ്ടത്. പക്ഷേ ഇന്ന് 13ാമത്തെ പോയിന്റിൽ പരിശോധന നടത്തേണ്ടതിന് പകരം ഇപ്പോൾ SIT സംഘം അപ്രതീക്ഷിതമായ ഒരു നീക്കം ഇപ്പോൾ നടത്തിയിരിക്കുന്നു. അത് എന്താണ് ഇത് ഇങ്ങനെ ഒരു തീരുമാനം എന്ന കാര്യത്തിൽ ഒരു വ്യക്തതയില്ല. ഏതായാലും നമുക്കിപ്പോൾ ടോം തുടക്കത്തിൽ സൂചിപ്പിച്ച വളരെ പ്രധാനപ്പെട്ട കുറെ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അതായത് നേരത്തെ 3ാം ദിവസം പരിശോധന നടത്തിയപ്പോൾ 3ാമത്തെ പോയിന്റിൽ നിന്നും കൂടുതൽ മൃതദേഹാവശിഷ്ടങ്ങൾ ലഭിച്ചു എന്ന ഒരു വിവരം, അതായത് 3 തലയോട്ടി ഇത്തരത്തിൽ 3ാമത്തെ പോയിന്റിൽ നിന്ന് ലഭിച്ച ഒരു വിവരം നമുക്ക് വരുന്നുണ്ട്. ഔദ്യോഗികമായ സ്ഥിരീകരണം ഇതിന് വന്നിട്ടില്ല. അതിന് തൊട്ടു പിന്നാലെ 6ാമത്തെ സ്പോട്ടിൽ നിന്നും ഒരു പൂർണ്ണ മനുഷ്യന്റെ അസ്ഥികൂടം ലഭിക്കുന്ന സാഹചര്യം നേരത്തെ നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ്. ഇനി ഏറ്റവും ഒടുവിലായി ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ സ്ഥലത്ത് കഴിഞ്ഞ ദിവസം പരിശോധന നടത്തിയപ്പോൾ മനുഷ്യ അസ്ഥികൂടം കിട്ടിയിരുന്നു. അത് നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ്. അതിന് പുറമെ മറ്റൊരു തലയോട്ടി കൂടി കിട്ടിയിരിക്കുന്നു. അതുകൂടാതെ 60ഓളം അസ്ഥികൾ കിട്ടിയിരുന്നു. അത് കൂടുതൽ ആളുകളുടേതാണെന്ന് ഒരു വിലയിരുത്തൽ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അതായത് ഫോറൻസിക് പരിശോധനയിലാണ് ഇത്തരത്തിലുള്ള ഒരു നിഗമനത്തിലേക്ക് എത്തുന്നത്. പക്ഷേ ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണം SITയുടെ ഭാഗത്തു നിന്നും ഇതുവരെ വന്നിട്ടില്ല. അത് ഇന്നോ നാളെയോ ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഇതുവരെയുള്ള പരിശോധനാ റിപ്പോർട്ട്, അന്വേഷണ പുരോഗതി അത് DGP മുഖ്യമന്ത്രിക്ക് കൈമാറിയെന്ന ഒരു സുപ്രധാന വിവരം കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇന്നലെയാണ് ഇത്തരത്തിൽ ഇതുവരെ അന്വേഷണവുമായി ബന്ധപ്പെട്ട മുഴുവൻ വിവരങ്ങളും DGP ഇത്തരത്തിൽ മുഖ്യമന്ത്രി സിദ്ധാരാമയ്യക്ക് കൈമാറിയിരിക്കുന്നത്. ഏതായാലും അതോടുകൂടി ഇനി ഒരു വാർത്താ സമ്മേളനം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അത് ഒരു പക്ഷേ DGP നേരിട്ടായിരിക്കും അത്തരത്തിലൊരു വാർത്താ സമ്മേളനം നടക്കുക. അതല്ലെങ്കിൽ മുഖ്യമന്ത്രി തന്നെ നേരിട്ട് ഇതിനൊരു വാർത്താ സമ്മേളനം നടത്തുമോ? എന്തായാലും ഞാനിപ്പോൾ നിൽക്കുന്ന ഈ പ്രദേശം വളരെ പ്രധാനപ്പെട്ട പ്രദേശമാണ്. ഇതിനകത്ത് ബംഗളക്കുന്ന് എന്ന് പറയുന്ന ഈ സ്ഥലത്ത് ഇവിടെ നിന്നാണ് ടോമെ ഒരുപാട് മൃതദേഹാവശിഷ്ടങ്ങൾ കഴിഞ്ഞ ദിവസം ലഭിച്ചത്. ഇത് മാർക്ക് ചെയ്യാത്ത ഒരു സ്ഥലമാണ്. അതിനകത്ത് നിന്നാണ് ഇത്തരത്തിലുള്ള മൃതദേഹാവശിഷ്ടങ്ങളൊക്കെ ലഭിക്കുന്ന സാഹചര്യം ഉണ്ടായത്. അതിൽ കൂടുതൽ വ്യക്തത വരുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു പൂർണ്ണ മനുഷ്യന്റെ അസ്ഥികൂടത്തിനൊപ്പം ഒരു തലയോട്ടി കൂടി ലഭിച്ചിരിക്കുന്നു. അതുകൂടാതെ 60ഓളം അസ്ഥികൾ അത് മറ്റ് ആളുകളുടെ, അതായത് കൂടുതൽ ആളുകളുടെ മൃതദേഹാവശിഷ്ടങ്ങൾ എന്ന ഒരു വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. ഇത് വളരെ പ്രധാനപ്പെട്ട തെളിവുകൾ SITക്ക് ഇതിനോടകം ലഭിച്ചു എന്നോണം ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ. ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ഇതിനകത്ത് മുൻ ശുചീകരണ തൊഴിലാളി ചൂണ്ടിക്കാണിച്ച 13 സ്ഥലങ്ങൾ, അതോടൊപ്പം ബംഗളക്കുന്നിലെ വനമേഖല, ഈ തുടങ്ങിയ സ്ഥലങ്ങളിൽ മാത്രം പരിശോധിച്ചപ്പോഴാണ് ഇത്രയധികം അസ്ഥികൂടങ്ങളും അസ്ഥികഷ്ണങ്ങളും ശരീരാവശിഷ്ടങ്ങളും ഒക്കെ കണ്ടെത്താൻ കഴിഞ്ഞത്. മറ്റ് പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലേക്ക്, അതായത് നമ്മൾ നേരത്തെ ചർച്ച ചെയ്തിട്ടുള്ള വിഷയമാണ് ഈ ക്ഷേത്ര ട്രസ്റ്റിൻ്റെ പേരിലുള്ള സ്ഥലം, സ്വകാര്യ വ്യക്തികളുടെ സ്ഥലം, ഇതോടൊപ്പം ഈ ആരോപണ വിധേയനെന്ന് അല്ലെങ്കിൽ പ്രതിയെന്ന് സംശയിക്കുന്നയാളുടെ എസ്റ്റേറ്റ്, ഈ മേഖലകളിലേക്ക് അന്വേഷണം ഈ തെരച്ചിൽ കടന്നിട്ടുണ്ടോ? അങ്ങനെയെങ്കിൽ ഈ പറയുന്ന കണക്കല്ലല്ലോ. കാരണം 100 പേരെ കൊന്നു കുഴിച്ചു മൂടി എന്ന് പറയുന്നതിനേക്കാളപ്പുറം വലിയൊരു കണക്ക്, ഞെട്ടിപ്പിക്കുന്ന കണക്ക് ഒരു പക്ഷേ പുറത്തു വരില്ലേ ബൈജു? തീർച്ചയായും 14ഉം 15ഉം അത് നമ്മൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തതുപോലെ ഈ 2 പോയിന്റും
ആരോപണ വിധേയനായ വ്യക്തിയുടെ എസ്റ്റേറ്റ് ആണ്. അത് അവിടെ നിരവധി മൃതദേഹങ്ങൾ ഉണ്ടെന്ന് ശുചീകരണ തൊഴിലാളി നേരത്തെ വെളിപ്പെടുത്തിയാണ്. ടോമെ, ഇതിൽ 70ഓളം ഇത്തരത്തിൽ സ്പോട്ടുകൾ ഉണ്ട്. ഇത്തരം ഇടങ്ങളിലാണ് താൻ ഇത്തരത്തിൽ മൃതദേഹം കുഴിച്ചിട്ടതാണ് ഈ വെളിപ്പെടുത്തൽ. അത് ഈ ബംഗളക്കുന്ന് എന്ന് പറയുന്ന എനിക്ക് പിറകിൽ കാണുന്ന ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ സ്ഥലത്തിനകത്താണ് ഒരുപാട് സ്പോട്ട് ഉള്ളത്. അതെല്ലാം സാക്ഷി ഇപ്പോൾ കാട്ടിക്കൊടുത്തില്ല എന്ന് വേണം നമുക്ക് ഇപ്പോഴത്തെ ഈ പരിശോധനയിൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ. കൃത്യമായി 1 മുതൽ 13 വരെ പോയിന്റ് അദ്ദേഹം ചൂണ്ടിക്കാട്ടുകയും അവിടെ ഇത്തരത്തിൽ കൃത്യമായി മാർക്ക് ചെയ്ത് പരിശോധന നടത്തുകയും ചെയ്തു. അതിൽ 3 എന്ന് പറഞ്ഞ ഞാൻ നേരത്തെ റിപ്പോർട്ട് ചെയ്തതുപോലെ 3 എന്ന് പറയുന്ന സ്ഥലം നമുക്ക് പുറത്തുനിന്നൊന്നും കാണാൻ സാധിക്കില്ല, വനത്തിനകത്താണത്. 1ഉം 2ഉം നമ്മൾ നേരിട്ട് കണ്ടതാണ്. അത് സ്നാനഘട്ടയ്ക്ക് സമീപമാണ്. അവിടെ കാര്യമായ വസ്തുക്കൾ ലഭിച്ചില്ല. പക്ഷേ അത് ഒരു സാരിയും ID കാർഡും ഉൾപ്പെടെയുള്ള അത്തരം വസ്തുക്കൾ ലഭിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ 3 എന്ന് പറയുന്നപ്പോൾ അത് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം അനുസരിച്ച് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവിടെ നിന്നും കൂടുതൽ മൃതദേഹാവശിഷ്ടങ്ങൾ ലഭിച്ചിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതോടൊപ്പം ഇതിനകത്ത് ഒരുപാട് ദുരൂഹതകൾ ഈ കാണുന്ന ദൃശ്യങ്ങൾ കാണുന്ന ഈ വനത്തിനകത്ത് ഉണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. അതാണ് SIT ഇന്ന് അപ്രതീക്ഷിതമായി 13ാമത്തെ പോയിന്റിൽ പരിശോധന നടത്താൻ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി അവിടെ അത്തരത്തിൽ പോലീസിനൊക്കെ വിന്യസിച്ച് ആ രീതിയിൽ തുടരുമ്പോഴാണ് നമ്മളൊക്കെ ക്യാമറ അവിടെ ഉണ്ടായിരുന്നു. ആ സമയത്താണ് പെട്ടെന്ന് ഇവരുടെ സംഘം ഇങ്ങോട്ട് വരികയും ഈ വനത്തിനകത്തേക്ക് പോകുന്നത്. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ വഴി ഇതാണ് ടോമ. വഴി കണ്ടാൽ മനസ്സിലാക്കാം. ഇതിലേ കൂടി പോയി ഇതിനകത്താണ് ഒരുപാട് മൃതദേഹങ്ങൾ ഉണ്ടെന്ന് പറയുന്നത്. കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ 100 മീറ്റർ ദൂരത്തിൽ ഇവിടെ നിന്ന് 100 മീറ്റർ ദൂരത്തിൽ മൃതദേഹാവശിഷ്ടങ്ങൾ ലഭിച്ചത്. അത് 3-ലധികം ആളുകളെ ഉണ്ട് എന്ന് പറയുന്നുണ്ട്. അതിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വിശദമായ ഫോറൻസിക് പരിശോധനാ ഫലം വരാനുണ്ട്. പ്രാഥമികമായി നമുക്ക് ലഭിക്കുന്ന വിവരമാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. എന്തായാലും ഇതിനകത്ത് ഈ വനത്തിനകത്ത് ഒരുപാട് ദുരൂഹതകളുണ്ട്. ഒപ്പം ടോം സൂചിപ്പിച്ചത് വളരെ പ്രധാനമാണ്. ഈ കേസിൽ വഴിത്തിരിവായേക്കാം. ആരോപണ വിധേയരായ അവരുടെ എസ്റ്റേറ്റുകളിൽ ഇത്തരത്തിൽ മൃതദേഹാവശിഷ്ടങ്ങൾ ഉണ്ട്. അത് പരിശോധിക്കുന്നുണ്ട്. അതിൽ ചെറിയ തടസ്സം ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കോടതി ഉത്തരവോടുകൂടി മാത്രമേ അവിടങ്ങളിൽ പരിശോധിക്കാൻ തീരുമാനിച്ചിട്ടുള്ള SIT. അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ അതിൽ വൈകുന്നത്. അത് വൈകാതെ തന്നെ ആ ഉത്തരവ് ലഭിക്കുന്നവർക്ക് അവിടെ പരിശോധന നടത്തുമായിരിക്കും. പക്ഷേ ഇതിനകത്ത് ഈ വനത്തിനകത്ത് ഇവിടെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ഒരുപാട് പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ ഇവിടെ കാവലിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അത്തരത്തിൽ വൻ സുരക്ഷാ സംവിധാനത്തോടു കൂടിയാണ് ഒരു വലിയ സംഘം, വനം വകുപ്പ് ഉൾപ്പെടെയുള്ള വലിയ സംഘം ഈ വനത്തിനകത്ത് ഇപ്പോൾ പോയിട്ടുള്ളത്. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം കുറച്ച് ആളുകൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്ന ദൃശ്യങ്ങൾ. ഇത് ഉച്ചഭക്ഷണ സമയമാണ്. ഒരു പക്ഷേ ഉച്ചഭക്ഷണം ഇവിടെ നിന്നും പുറത്തു നിന്നും അകത്തേക്ക് കൊണ്ടുപോയി അവിടെ നിന്ന് തന്നെ ഭക്ഷണം കഴിച്ച് പൂർത്തിയാക്കി പരിശോധന മുഴുവൻ പൂർത്തിയാക്കി പുറത്തേക്ക് വൈകിട്ട് 6ഓടുകൂടി വരുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ദൃശ്യങ്ങളിൽ ഇപ്പോൾ കാണാം. ഇതാണ് വഴി. അത് കൃത്യമായി ഇത് വഴിയാണ് അതിനകത്തേക്ക് പോകുന്നത്. ഇവിടുന്ന് കുറച്ച് ദൂരം ഇത് കുറച്ച് 100 മീറ്ററോളം ഉയരത്തിൽ വരുന്ന സ്ഥലമാണ്. കഴിഞ്ഞ ദിവസം തൊഴിലാളികൾ വീണ് പരിക്കേൽക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. കുത്തനെയുള്ള ഒരു പ്രദേശമാണ്. എന്തായാലും എന്തെങ്കിലും വസ്തുക്കൾ ലഭിച്ചിട്ടുണ്ടോ? ഇതുവരെയുള്ള പരിശോധനയിൽ ഏകദേശം 1 മണിക്കൂറിൽ പിന്നിട്ടിരിക്കുന്നു ഇന്നത്തെ പരിശോധന. ആ പരിശോധനയിടയിൽ തന്നെ എന്തെങ്കിലും വസ്തുക്കൾ കിട്ടിയിട്ടുണ്ടോ? അതൊന്നും ഇപ്പോൾ വ്യക്തമല്ല. നമുക്ക് കഴിഞ്ഞ തവണ നമ്മളാണ് ആദ്യം തന്നെ ആ വിവരം പുറത്തുവിടുന്നത്. 4 മണിയോടെ തൊഴിലാളി സാക്ഷിയായിട്ടുള്ള വ്യക്തി ചൂണ്ടിക്കാണിച്ച സ്ഥലങ്ങളിലാണ് പരിശോധന. അതിനപ്പുറം ആരൊക്കെയായിരുന്നു അന്ന് ഈ മൃതദേഹങ്ങൾ കുഴിച്ചുമൂടാൻ ഇയാൾക്ക് ആരുടെയൊക്കെ സഹായം ലഭിച്ചിരുന്നു? അവരിലേക്ക് അന്വേഷണം നീങ്ങുന്നുണ്ടോ? ഇതോടൊപ്പം ഈ ആരോപണ വിധേയനായിട്ടുള്ള വ്യക്തി ഇയാളുടെ എസ്റ്റേറ്റിലാണ് കൂടുതൽ മൃതദേഹങ്ങൾ കുഴിച്ചിട്ടതെന്ന് പറയുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് അയാളെ കസ്റ്റഡിയിലെടുത്ത് അയാളെ ഉൾപ്പെടെ കൊണ്ടുവന്ന സ്ഥലത്തെത്തിച്ച് ഒരു തിരച്ചിൽ നടത്താൻ ഇതുവരെയും അന്വേഷണ സംഘം തയ്യാറാകാത്തത്? ടോമെ, ഇതിൽ അന്വേഷണ സംഘം ശാസ്ത്രീയമായ തെളിവുകൾ ശേഖരിച്ച് നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കിയതിനു ശേഷം മാത്രമായിരിക്കും അത്തരം നടപടികളിൽ കടക്കുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. SIT അതിന്റെ അന്വേഷണം കൃത്യമായി മുന്നോട്ട് പോകുന്നു എന്നതിന്റെ സൂചനയാണ്. ഒരു വിവരവും സ്ഥിരീകരിച്ച് പുറത്തു പറയാത്തത്. അത് DGPക്ക് ഇവരുടെ ഉന്നത അധികാരി DGP ആണ്. DGPയുടെ മേൽനോട്ടത്തിലാണ് സംഘം. അതുകൊണ്ട് തന്നെ SIT ആദ്യം ഇതിന്റെ തെളിവുകൾ ശേഖരിക്കും. അത്തരം വിവര ശേഖരണത്തിന് ശേഷം അതെല്ലാം ഫോറൻസിക് പരിശോധനാ ഫലം ഉൾപ്പെടെ എത്തിയാൽ മാത്രമേ ഈ സാക്ഷി ചൂണ്ടിക്കാട്ടിയ അല്ലെങ്കിൽ സാക്ഷി മൊഴി നൽകിയ തന്നെ ഈ ദൗത്യം, അതായത് ഇത്തരത്തിൽ മൃതദേഹങ്ങൾ കുഴിച്ചിടാൻ ഏൽപ്പിച്ച ആളുകളെ കുറിച്ച് ആ ഒരു നടപടി, അവരെ ചോദ്യം ചെയ്യുന്ന ഉൾപ്പെടെ നടപടി ഉണ്ടാവുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒപ്പം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നേരത്തെ ടോം സൂചിപ്പിച്ചതാണ്. അതായത് ഈ പോയിന്റ് 13 എന്ന് പറയുന്ന സ്ഥലം, ഇന്ന് പരിശോധന നടത്തേണ്ട സ്ഥലം, അവിടെ ഈ സാക്ഷി ഇത്തരത്തിൽ മൃതദേഹം കുഴിച്ചിടുന്നത് കണ്ട ദൃക്സാക്ഷികൾ ഇന്ന് രംഗത്ത് വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. 6ഓളം ആളുകളാണ് ഇന്ന് രംഗത്ത് വന്നത്. അതായത്
സാക്ഷി അവിടെ ഇത്തരത്തിൽ കുഴിച്ചു മൂടുന്നത് കണ്ടു എന്ന് പറയുന്നതാണ്. കണ്ടു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ 6 പേർ രംഗത്തെത്തിയിരിക്കുന്നത്. ഒരുപക്ഷെ അത് ഈ കേസിൽ വളരെ നിർണായക തെളിവാവും. കഴിഞ്ഞ സമയങ്ങളിലെല്ലാം ഏക സാക്ഷിയായിരുന്നു ഇയാൾ. പക്ഷേ ഇയാൾ ഈ മൃതദേഹം കുഴിച്ചിടുന്നത് കണ്ടു എന്ന ഒരു വിവരമാണ് ഇപ്പോൾ വരുന്നത്. അതിൽ 6ഓളം ആളുകൾ ഇത്തരത്തിൽ മൊഴിയുമായി രംഗത്ത് വന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അത് വളരെ പ്രധാനമാണ്. അത് ഏതായാലും വരും ദിവസങ്ങളിൽ ഒരുപക്ഷെ ഇനിയിപ്പോൾ ഈ വനത്തിനകത്താണ് ഇപ്പോൾ പരിശോധന കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ഇനി വരും ദിവസങ്ങളിൽ ഒരുപക്ഷെ അവിടെ പരിശോധന നടത്തിയേക്കാം. ഇന്നത്തെ പരിശോധന വളരെ നിർണായകമാണ്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം കൂടുതൽ പോലീസ് സംവിധാനങ്ങളൊക്കെ ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അത്തരത്തിൽ വലിയ സുരക്ഷാ സംവിധാനങ്ങളോടുകൂടിയാണ് പരിശോധന നടക്കുന്നത്. ഇപ്പോൾ കാണുന്ന വാഹനത്തിൽ ഒരുപാട് പോലീസ് ഉദ്യോഗസ്ഥരെത്തിയിട്ടുണ്ട്. അവരെല്ലാം തന്നെ ഇതിനകത്ത് ഈ ബംഗളക്കുന്ന് എന്ന് പറയുന്ന ഈ സ്ഥലത്ത് ഇപ്പോൾ പോയിട്ടുണ്ട്. നമുക്ക് കാണാം വലിയ തോതിൽ വനങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന വിഷ ജന്തുക്കൾ ഉൾപ്പെടെയുള്ള ഒരുപാട് മരങ്ങളൊക്കെയുള്ള ഒരു പ്രദേശമാണ്. ഇവിടെയാണ് ഈ ഒരുപാട് മൃതദേഹങ്ങളുള്ളത്. ഇവിടെ പരിശോധന വലിയ ബുദ്ധിമുട്ടാണ്. കാരണം അത്രത്തോളം കഴിഞ്ഞ ദിവസം തന്നെ പരിശോധന നടത്തുന്നതിനിടെ ആളുകൾക്ക് ഈ തൊഴിലാളികൾക്ക് ഇപ്പോൾ ഈ പച്ച തുണിയിട്ട് മറച്ചു വെക്കുന്ന പോയിന്റാണ് 12 എന്ന് പറയുന്നത്. ഇവിടെ പരിശോധന പൂർത്തിയാക്കിയതാണ്. ഇതിന് തൊട്ട് പിറകിലായി അല്പം മാറി വനത്തിനകത്താണ് ഇപ്പോൾ പുതിയ സ്പോട്ടുള്ളത്. ആ സ്പോട്ടിന് ഇപ്പോൾ പേരിട്ടിരിക്കുന്നത് 11A എന്നാണ്. ആ 11A സ്പോട്ടിലാണ് ഇപ്പോൾ പരിശോധന നടക്കുന്നത്. ഇത് സ്പോട്ട് നമ്പർ 12 ആണ്. ഇനി 13 കുറച്ചുകൂടി മുന്നോട്ട് പോയാൽ സ്നാനഘട്ടയ്ക്ക് സമീപം നേത്രാവതി പുഴയുടെ സമീപം സ്നാനഘട്ടയ്ക്ക് സമീപമാണ് 13ാം പോയിന്റ്. അത് ഒരു ചെറിയ റോഡ്, പ്രാദേശിക റോഡ് കൂടി അതിൽ പോകുന്നുണ്ട്. അവിടെയാണ് ഇത്തരത്തിൽ കൂടുതൽ മൃതദേഹമുള്ളത്. അവിടെ ശുചീകരണ തൊഴിലാളി നേരത്തെ ജോലി ചെയ്ത സ്ഥലം കൂടിയാണ്. അവിടെ കൂടുതൽ മൃതദേഹങ്ങൾ ഉണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ അതൊക്കെ കണ്ടെത്തുക വലിയ ബുദ്ധിമുട്ടാണ്. ഏറ്റവും എളുപ്പം ഈ വനത്തിനകത്താണ്. കാരണം വനത്തിനകത്ത് നിർമ്മാണങ്ങളൊന്നും നടന്നിട്ടില്ല എന്നുകൊണ്ട് തന്നെ തെളിവുകൾ നഷ്ടപ്പെടാൻ സാധ്യതയില്ല. അതുകൊണ്ട് അവിടെ പരിശോധന നടത്തിയാൽ കൂടുതൽ മൃതദേഹങ്ങൾ കിട്ടും എന്നുള്ളതുകൊണ്ടാണ് ഈ പരിശോധന ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ഭാഗത്ത് കാണുന്നത്. ഇത് ഇന്നലെ പരിശോധന നടത്തിയ 12 പോയിന്റാണ്. ഇതിന് തൊട്ട് മുന്നിലാണ് 13ാമത്തെ പോയിന്റ്. ആകെ 13 പോയിന്റാണ് ഇപ്പോൾ മാർക്ക് ചെയ്തിട്ടുള്ളത്. അതിൽ 12ഉം പരിശോധന പൂർത്തിയായി. അതുകൂടാതെ സർപ്രൈസ് സ്പോട്ട് എന്ന് പറയുന്ന ഈ വനത്തിനകത്തുള്ള ഒരു സ്പോട്ട് 11A എന്ന് പുതുതായി ഇപ്പോൾ SIT മാർക്കറ്റിലുള്ള സ്ഥലം പരിശോധിച്ചു. ഇനി ഏതാണ് പുതിയ സ്പോട്ട്? ആ ശുചീകരണ തൊഴിലാളി ഇതിനകത്ത് മറ്റൊരു ഇടമുണ്ട് എന്ന് പറഞ്ഞാണ് ഇന്ന് പരിശോധന ഇങ്ങോട്ടേക്ക് മാറ്റിയത്. ഇനി വൈകിട്ട് ഒരു 4 മണിയോടുകൂടി മാത്രമേ എന്തൊക്കെ വസ്തുക്കൾ ഇവിടുന്ന് ലഭിച്ചു എന്ന ഒരു പ്രാഥമിക വിവരം നമുക്ക് ലഭിക്കുകയുള്ളൂ. ഏതായാലും ഇപ്പോൾ പരിശോധന വനത്തിനകത്ത് തുടരുകയാണ്. പുറത്തേക്ക് വരാതെ ഭക്ഷണം പോലും ഇതിനകത്തേക്ക് എത്തിച്ചുകൊണ്ടുള്ള പരിശോധനയാണ് ഇപ്പോൾ നടക്കുന്നത്. എന്തായാലും കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് അവിടെ ഏതെങ്കിലും വസ്തുക്കൾ ലഭിക്കുന്നവർക്ക് നമുക്ക് ലഭിക്കും. അത് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ന്യൂസ് 18 തന്നെയാണ് അത്തരം വിവരങ്ങൾ ആധികാരികമായി പുറത്തുകൊണ്ടുവന്നത്. ഏതായാലും കൃത്യമായ വിശ്വസനീയ വിവരങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ അത് പങ്കുവെക്കാൻ സാധിക്കൂ. ഇപ്പോൾ നമുക്ക് വലിയ വിവരങ്ങളൊന്നും ഇതിനകത്ത് ലഭിച്ചിട്ടില്ല. കൂടുതൽ വിവരങ്ങളൊന്നും വിശദാംശങ്ങളൊന്നും ലഭിച്ചിട്ടില്ല. പരിശോധന തുടരുകയാണ്. ശുചീകരണ തൊഴിലാളി ഉൾപ്പെടെയുള്ള ആളുകൾ ധർമ്മസ്ഥലയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. ഇപ്പോഴും വനമേഖലകളിൽ പരിശോധന നടക്കുന്നു. മനുഷ്യാസ്ഥികൂടം, പൂർണ്ണ മനുഷ്യാസ്ഥികൂടവും മറ്റ് ശരീരാവശിഷ്ടങ്ങളും അടക്കം ഈ വനമേഖലയിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ട്. കൂടുതൽ സ്ഥലങ്ങളിലേക്ക് ഇത്തരത്തിൽ വ്യാപിപ്പിക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം. കോഴിക്കോട് ബാലുശ്ശേരിയിൽ ഭർത്തൃവീട്ടിൽ യുവതി ആത്മഹത്യ ചെയ്തതിൽ ദുരൂഹതയെന്ന് കുടുംബം. ഭർത്താവിന്റെ വീട്ടുകാർ മരണവിവരം അറിയിച്ചിരുന്നതാണ് ആരോപണം. ഭർത്താവിന്റെ അമ്മയുമായി ജിസ്നയ്ക്ക് പ്രശ്നം ഉണ്ടായിരുന്നുവെന്നും ഭർത്താവ് ജിസ്നയെ മർദ്ദിച്ചിരുന്നുവെന്നും കുടുംബം ആരോപിച്ചു. എന്നാൽ ആരോപണം തള്ളുകയാണ് ശ്രീജിത്തിന്റെ ബന്ധുക്കൾ. സ്നേഹത്തോടെ ജീവിച്ചിരുന്ന ഇരുവരും തമ്മിൽ വഴക്കോ മറ്റോ പ്രശ്നങ്ങളും ഉണ്ടായിരുന്നില്ല. കണ്ണൂരിലെ സ്വന്തം വീട്ടിൽ നിന്ന് മടങ്ങിയെത്തിയതിന് തൊട്ടു പിന്നാലെയാണ് ആത്മഹത്യയെന്നും ശ്രീജിത്തിന്റെ ബന്ധുക്കൾ പറയുന്നു. MS അനീഷ് കുമാർ ചേരുന്നുണ്ട് കോഴിക്കോട് നിന്ന് വിവരങ്ങളുമായി. അനീഷ്, ഈ ജിസ്നയുടെ ബന്ധുക്കൾ, അവരുടെ കുടുംബം ഈ ഭർത്തൃ വീട്ടുകാർക്കെതിരെയാണ്, ഭർത്താവിനെതിരെയാണ് ആരോപണം ഉന്നയിക്കുന്നത്. എന്താണ് സംഭവിച്ചത്? ടോം, ഇന്നലെ വൈകുന്നേരമാണ് ബാലുശ്ശേരിയിലെ വീട്ടിൽ ജിസ്നയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. 2 വയസ്സുള്ള മകൻ മാത്രമാണ് ആ സമയം വീട്ടിലുണ്ടായിരുന്നത്. ജോലിക്ക് പോയ ഭർത്തൃപിതാവ് വീട്ടിലെത്തിയപ്പോഴാണ് ഈ തൂങ്ങി നിൽക്കുന്ന നിലയിൽ കാണുകയും പിന്നീട് മരിച്ചുവെന്ന് മനസ്സിലാക്കുകയും ചെയ്തു. പിന്നീട് അവർ ബാലുശ്ശേരി പോലീസിൽ പരാതി നൽകുകയും പോലീസ് എത്തി ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുകയും അവിടെ പോസ്റ്റ്മോർട്ടം നടപടികൾ നടത്തുകയും ചെയ്തിരിക്കുന്നു. എന്താണ് ഈ മരണത്തിന്
മരണത്തിന് കാരണം അല്ലെങ്കിൽ എന്തിനാണ് മരണം തെരഞ്ഞെടുത്തത് എന്നത് സംബന്ധിച്ച് ഇപ്പോഴും ഒരു വ്യക്തതയില്ല. കേളകത്താണ്, കണ്ണൂർ കേളകത്താണ് ഈ ജിസ്നയുടെ നാടുള്ളത്. അവിടെ നിന്നും പിന്നീട് ഒരു പ്രണയ വിവാഹമായിരുന്നു ഇരുവരും തമ്മിൽ നടന്നതും. കേളകത്തു നിന്നും എത്തിയ ബന്ധുക്കൾ പോലീസിൽ ഇതിനകം പരാതി നൽകിയിട്ടുണ്ട്. അതായത് ഈ ഭർത്താവിൻ്റെ ശ്രീജിത്തിൻ്റെ പീഡനം മൂലമാണ് മരണം സംഭവിച്ചത്. ശ്രീജിത്തിൻ്റെ അമ്മയുമായി അത്ര സ്വരച്ചേർച്ചയിലായിരുന്നില്ല ജിസ്നയുള്ളത്. ഇരുവരും തമ്മിൽ പലപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ടായിരുന്നു. ശ്രീജിത്ത് ഈ ജിസ്നയെ മർദ്ദിച്ചിരുന്നു എന്നടക്കമുള്ള കാര്യങ്ങളും ഇവർ പറയുന്നു. ഇതുമായി ബന്ധപ്പെട്ട ഒത്തുതീർപ്പ് ചർച്ചകൾ നടത്തി പരസ്പരം പ്രശ്നങ്ങൾ പറഞ്ഞു തീർത്ത ശേഷമാണ് ഇരുവരും തമ്മിൽ വീണ്ടും യോജിച്ച് ജീവിക്കാൻ തുടങ്ങിയതെന്ന കാര്യമൊക്കെയാണ് അവർ ചൂണ്ടിക്കാട്ടുന്നത്. ഒപ്പം ഈ മരണം സംഭവിച്ച ശേഷം വീട്ടിലേക്ക് നേരിട്ട് വിളിച്ച് അവർ ഇക്കാര്യം പറഞ്ഞില്ല എന്നതും ഒരു പരാതിയായി അവർ ഉന്നയിക്കുന്നു. കാരണം ഈ സംഭവം ഉണ്ടായതിന് തൊട്ടു പിന്നാലെ ഈ ശ്രീജിത്തിന്റെ അയൽവാസികളായ ആളുകൾ അല്ലെങ്കിൽ ബന്ധുക്കളായ ആളുകൾ ബാലുശ്ശേരി പോലീസിൽ വിളിച്ചറിയിക്കുകയും പോലീസാണ് പിന്നീട് അനന്തര നടപടികൾ കൈക്കൊള്ളുകയും ഈ ജിസ്നയുടെ കുടുംബത്തെ കാര്യം അറിയിക്കുകയും ചെയ്തു. അതുകൊണ്ട് എന്തുകൊണ്ട് ഈ ശ്രീജിത്തിന്റെ കുടുംബം നേരിട്ട് തങ്ങളെ ഫോൺ വിളിച്ച് കാര്യം പറഞ്ഞില്ല എന്നൊരു ആരോപണമാണ് അവർ ഉന്നയിക്കുന്നത്. എന്തായാലും ആദ്യഘട്ടത്തിൽ ഇവർ ഇത്തരം ആരോപണങ്ങളൊക്കെ ഉറച്ചു നിന്നപ്പോഴും പിന്നീട് നമ്മളടക്കമുള്ളവർ അവരെ സമീപിച്ചപ്പോൾ അവർ പക്ഷേ ഇത്തരം കാര്യങ്ങൾ വീണ്ടും പറയാൻ തയ്യാറാവുകയുണ്ടായില്ല. തങ്ങൾ ഇക്കാര്യങ്ങളൊക്കെ പരിശോധിച്ച് വരികയാണ് എന്തടക്കമുള്ള കാര്യങ്ങളാണ് അവർ പറയുന്നത്. അതേസമയം ഈ ശ്രീജിത്തിന്റെ ബന്ധുക്കളും ഈ ശ്രീജിത്തിന്റെ അയൽവാസികളും, അതായത് ജിസ്ന ജീവിച്ചിരുന്ന വീടിന്റെ അടുത്തുള്ള അയൽവാസികളും പറയുന്നത് ഇരുവരും തമ്മിൽ അങ്ങനെ കാര്യമായ പ്രശ്നങ്ങളുണ്ടായില്ല. പുറത്തും അകത്തുമൊക്കെ അവർ വളരെ സന്തോഷകരമായ ദാമ്പത്യ ജീവിതം നയിക്കുന്ന രണ്ടുപേരാണ്. അല്ലാതെ ഈ പറയുന്ന പോലെ മർദ്ദിക്കുകയോ അല്ലെങ്കിൽ മദ്യപിച്ച് പ്രശ്നം ഉണ്ടാക്കുന്ന ആളോ അത്തരം മറ്റ് ദുശീലങ്ങളൊന്നും ഉള്ള ആളല്ല ശ്രീജിത്ത്. ഓട്ടോറിക്ഷ ഓടിച്ച് ജീവിക്കുന്ന ആളാണ്. മറ്റ് പലതരത്തിലുള്ള ജോലികൾക്കും പോകാറുമുണ്ട്. അതുകൊണ്ട് ഇരുവരും തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുള്ളതായി തങ്ങൾക്ക് അറിയില്ല എന്നാണ് പറയുന്നത്. അടുത്ത ബന്ധുക്കളും ഇതുതന്നെയാണ് പറയുന്നത്. ഒപ്പം ഈ കഴിഞ്ഞ 2 ആഴ്ചയായി ജിസ്ന കണ്ണൂർ കേളകത്തെ ജിസ്നയുടെ വീട്ടിലായിരുന്നു നിന്നിരുന്നത്. സാധാരണഗതിയിൽ ഇടയ്ക്ക് വീട്ടിലേക്ക് പോകാറുള്ളതാണ്. എന്തെങ്കിലും പ്രശ്നമുണ്ടായി പോയതാണ് എന്ന് ജിസ്നയുടെ കുടുംബവും പറയുന്നില്ല. കുറച്ച് ദിവസമായി തന്റെ കുടുംബത്തിൽ നിൽക്കണമെന്ന് ആവശ്യപ്പെട്ടതിനെ തുടർന്ന് ജിസ്നയെ അവിടേക്ക് പറഞ്ഞയച്ചിരുന്നു. അതിനുശേഷം 3 ദിവസം മുമ്പാണ് തിരിച്ച് ബാലുശ്ശേരിയിലെ വീട്ടിലെത്തുകയും ചെയ്ത് അതിന് തൊട്ടു പിന്നാലെയാണ് ഇത്തരമൊരു ആത്മഹത്യ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഈ സമയപരിധിക്കുള്ളിൽ, അതായത് 2 ആഴ്ച പോയപ്പോൾ ഈ അടുത്ത ദിവസമാണ്, ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് ജിസ്ന സ്വന്തം വീട്ടിൽ നിന്നും ഭർത്താവിൻ്റെ വീട്ടിലേക്ക് എത്തിയത്. അവിടെ ഇതുപോലുള്ള ഭർത്തൃ വീട്ടിൽ ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതായി ജിസ്ന സ്വന്തം മാതാപിതാക്കളോട് പറഞ്ഞിട്ടുണ്ടോ? മാത്രമല്ല ഈ വീട്ടിൽ നിന്നും ആത്മഹത്യാക്കുറിപ്പോ മറ്റോ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? അത്തരത്തിൽ ആത്മഹത്യാക്കുറിപ്പ് കണ്ടെത്തിയിട്ടില്ലെന്നാണ് പറയുന്നത്. ഇനി പോലീസ് അതിനെക്കുറിച്ചുള്ള വിശദമായ പരിശോധന നടത്തുകയും അതിൻ്റെ വിശദാംശങ്ങൾ പിന്നീട് പറയുകയും ചെയ്യും. നമ്മൾ ഈ ജിസ്നയുടെ കുടുംബത്തിലുള്ളവരുമായും സംസാരിച്ചിരുന്നു. പക്ഷേ ഈ കഴിഞ്ഞ ദിവസങ്ങളിലെങ്ങാൻ അല്ലെങ്കിൽ മിനിഞ്ഞാന്നോ ഇന്നലെയോ അടുത്ത ദിവസങ്ങളിലൊന്നും ഇത്തരത്തിലൊരു പരാതി അല്ലെങ്കിൽ ഈ ഭർത്തൃ വീട്ടിലെ പീഡനവുമായി ബന്ധപ്പെട്ട പരാതിയോ പ്രശ്നങ്ങളോ ഒന്നും ഉന്നയിച്ചിരുന്നില്ല. നേരത്തെ കുറച്ച് നാൾ മുമ്പ് ഇത്തരത്തിൽ ഇരുവരും തമ്മിൽ ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു. അന്ന് ഇരുവരെയും ബന്ധുക്കൾ ഇടപെട്ട് ബന്ധുക്കളുടെ സാന്നിധ്യത്തിൽ ഇരുന്ന് ചർച്ച ചെയ്ത് പ്രശ്നങ്ങൾ പരിഹരിക്കുകയാണ്. അത് ശ്രീജിത്തുമായിട്ടുള്ള പ്രശ്നങ്ങളല്ല, അതിൽ കൂടുതൽ ഈ അമ്മയുമായുള്ള പ്രശ്നങ്ങളാണ് ഉണ്ടായിരുന്നത്. അത് പറഞ്ഞു തീർത്തു. ഒപ്പം ചില കടബാധ്യതകളും മറ്റുമൊക്കെ ശ്രീജിത്തിനുണ്ടായിരുന്നു എന്നും പറഞ്ഞിരുന്നു. പക്ഷേ അത് പരിഹരിക്കാവാൻ അപ്പുറം കടബാധ്യതകളില്ല. അടുത്തിടെയാണ് ശ്രീജിത്ത് പുതിയ ഓട്ടോറിക്ഷ വാങ്ങിച്ചത്. അത്തരത്തിലൊക്കെ കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ അങ്ങനെ പരിഹരിക്കാൻ പറ്റാത്തതിനപ്പുറം അല്ലെങ്കിൽ കടത്തിൽ മുങ്ങി നിൽക്കുന്ന ഒരു സാഹചര്യം ശ്രീജിത്തിനുണ്ടായില്ലെന്നും ബന്ധുക്കളൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ഒരു വ്യക്തത ഇക്കാര്യത്തിൽ വേണം. അത് പോലീസ് സമഗ്രമായ അന്വേഷണത്തിന് വിധേയമാക്കിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഒരു വശത്ത് ഈ ജിസ്നയുടെ കുടുംബം പറയുന്നു ഭർത്താവിൻ്റെ പീഡനത്തിനിരയായി ഭർത്തൃമാതാവിൻ്റെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. മറുവശത്ത് ഇത്തരത്തിലൊരു പ്രശ്നവും ഈ കുടുംബത്തിലുണ്ടായിരുന്നില്ല. മറിച്ച് 2 ആഴ്ചയോളം വീട്ടിൽ നിന്ന ശേഷം തിരിച്ച് ഈ ബാലുശ്ശേരിയിലേക്ക് എത്തിയ ശേഷമാണ് ആത്മഹത്യ ചെയ്യുന്നത്. അതുകൊണ്ട് ആ പോക്കിൽ എന്ത് സംഭവിച്ചു എന്നതിനെക്കുറിച്ച് അന്വേഷണം വേണമെന്നൊക്കെ പറഞ്ഞു. എന്തായാലും അയൽവാസികളിൽ നിന്നൊക്കെ ഒരു അനുകൂലമായ, അതായത് ശ്രീജിത്തിനെ പിന്തുണയ്ക്കുന്ന രീതിയിലുള്ള ഒരു സംസാരമാണ് അയൽവാസികളൊക്കെ പറയുന്നത്. ജിസ്നയും നല്ല രീതിയിൽ തന്നെ അയൽവാസികളോട് ഇടപെട്ടിരുന്ന ഒരു വ്യക്തമാണ്. MS അനീഷ് കുമാറാണ് കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകിയത്. ജിസ്ന എന്ന യുവതിയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ടാണ് കുടുംബം ഭർത്തൃ വീട്ടുകാർക്കെതിരെ ഗുരുതര ആരോപണം ഉന്നയിച്ച് രംഗത്തെത്തിയത്. പത്തനംതിട്ട പുല്ലാട് ഭാര്യയെ കൊലപ്പെടുത്തിയ ശേഷം ഒളിവിൽ പോയ പ്രതിപിടിയിൽ. തിരുവല്ല നഗരത്തിൽ നിന്ന് സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥരാണ് പ്രതി ജയകുമാറിനെ പിടികൂടിയത്. സംഭവത്തിന് ശേഷം 4ാം ദിവസമാണ് പ്രതി അറസ്റ്റിലാകുന്നത്. ഭാര്യ ശ്യാമയെ കുത്തിക്കൊലപ്പെടുത്തിയ ഇയാൾ ഭാര്യാപിതാവിനെയും ബന്ധുവിനെയും കുത്തിപ്പരിക്കേൽപ്പിച്ചിരുന്നു.
പത്തനംതിട്ടയിൽ നിന്ന് ശശിനാരായണൻ ചേരുന്നുണ്ട്. ശശിനാരായണൻ, ഇത് ഈ സംഭവത്തിന് ശേഷം, ഈ കൊലപാതകത്തിന് ശേഷം 4ാം ദിവസമാണ് പ്രതി പിടിയിലായിരിക്കുന്നത്. ഇയാൾ ഈ 4 ദിവസം എവിടെയാണ് ഒളിവിൽ തങ്ങിയത്? എന്താണ് ഈ കൊലപ്പെടുത്താനുള്ള കാരണം? ടോം സൂചിപ്പിച്ചുകൊണ്ട് തന്നെ ഇപ്പോൾ തിരുവല്ലയിൽ നിന്നാണ് ഈ കേസിലെ പ്രതി ജയകുമാർ പിടിയിലായിട്ടുള്ളത്. ഞായറാഴ്ച വൈകിട്ടാണ് ശ്യാമയെ പ്രതി ജയകുമാർ കുത്തിക്കൊലപ്പെടുത്തുന്നത്. സംശയരോഗത്തിന്, അതായത് ഭാര്യയിലുള്ള സംശയമാണ് ഈ കൊലപ്പെടുത്താനുള്ള കാരണം. തടസ്സം പിടിക്കാനെത്തിയ ശ്യാമയുടെ പിതാവ് ശശി, ഒപ്പം ശശിയുടെ സഹോദരി രാധാമണി എന്നിവരെയും ഇയാൾ കുത്തി പരിക്കേൽപ്പിച്ചിരുന്നു. അതിനുശേഷം അന്ന് രാത്രി തന്നെ ഇയാൾ സംഭവ സ്ഥലത്ത് നിന്ന് രക്ഷപ്പെടുകയുണ്ടായത്. പോലീസ് വലിയ രീതിയിലുള്ള തിരച്ചിൽ, കോയിപ്പുറം പോലീസ് വലിയ രീതിയിലുള്ള തിരച്ചിൽ ഇത് സംബന്ധിച്ച് നടത്തി വരികയായിരുന്നു. ഇതിനിടയിലാണ് ഇന്ന് 12 മണിയോടുകൂടി തിരുവല്ലയിൽ നിന്നും ഇദ്ദേഹത്തെ ഈ പ്രതി ജയകുമാറിനെ സ്പെഷ്യൽ ബ്രാഞ്ച് പിടികൂടിയത്. എന്തായാലും അല്പസമയത്തിന് തന്നെ കോട്ടയം കോയിപ്പുറം പോലീസ് സ്റ്റേഷനിലേക്ക് പ്രതിയെ കൊണ്ടുവരും. അതിനുശേഷമുള്ള തെളിവെടുപ്പിന് ശേഷമായിരിക്കും കൃത്യമായി എവിടെയാണ് ഇയാൾ ഇത്രയും ദിവസം, ഈ 4 ദിവസം ഒളിച്ചു താമസിച്ചു എന്നുള്ള കാര്യത്തെക്കുറിച്ച് വ്യക്തത വരികയുള്ളൂ. എന്തായാലും പ്രതിയെ പിടികൂടിയിരിക്കുന്നു. പ്രധാനമായും ഈ 4 ദിവസത്തിന് മുമ്പ് ഞായറാഴ്ച വൈകിട്ടാണ് ഈ പ്രതി ശ്യാമയെ കുത്തിക്കൊലപ്പെടുന്നത്. ആ കുത്തിക്കൊലപ്പെടുന്നത് തന്നെ വലിയ ഭാര്യയുള്ള സംശയമുണ്ടായിരുന്നു. ഇത് പലതവണ നേരത്തെയും ഇത്തരത്തിലുള്ള സംശയം ഇദ്ദേഹം ഈ പ്രതി പ്രകടിപ്പിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ കുടുംബ വഴക്ക് സ്ഥിരമായിരുന്നു. ആ കുടുംബ വഴക്കിനെ തുടർന്ന് പലതവണ പോലീസിൽ കേസുണ്ടായിരുന്നു. ആ കേസുകളൊക്കെ വീട്ടുകാർ കൊണ്ടു കൊടുക്കുകയും പിന്നീട് അത് പറഞ്ഞ് പരിഹരിച്ച് തിരിച്ചു വിടുന്നൊരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. സംഭവ ദിവസം രാത്രിയിൽ ജയകുമാർ മദ്യവെച്ച് വീട്ടിലെത്തുകയും വ്യക്തമാണ്. ശശിനാരായണ വിവരങ്ങൾ നൽകിയത്. പത്തനംതിട്ടയിൽ ഭാര്യയെ കൊലപ്പെടുത്തി ഒളിവിൽ പോയ പ്രതിയാണ് പോലീസിന്റെ പിടിയിലായിരിക്കുന്നത്. അശ്ലീല സിനിമകളിലൂടെ പണം സമ്പാദിച്ചെന്ന പരാതിയിൽ നടി ശ്വേതാ മേനോനെതിരെ കേസെടുത്ത് പോലീസ്. ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് കേസ്. സാമ്പത്തിക ലാഭത്തിന് വേണ്ടി ഗൂഢ ഉദ്ദേശത്തോടുകൂടി സിനിമകളിലും പരസ്യങ്ങളിലും നഗ്നതാ പ്രദർശനം നടത്തിയെന്നാണ് പരാതി. കൊച്ചി സെൻട്രൽ പോലീസാണ് കേസെടുത്തത്. എറണാകുളം CJM കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് പോലീസ് FIR രജിസ്റ്റർ ചെയ്തത്. ഡാനി ഇപ്പോൾ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ഡാനി, അമ്മ സംഘടനയുടെ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ഓരോ ദിവസങ്ങളിലും പുതിയ വിവാദങ്ങൾ, കേസുകൾ, പരാതികളൊക്കെ ഉയർന്നു വരുന്നു. ഏറ്റവും ഒടുവിൽ ഈ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായിട്ടുള്ള ശ്വേതാ മേനോനെതിരെയാണ് പോലീസിന്റെ നടപടി ഉണ്ടായിരിക്കുന്നത്. ഇതിനൊക്കെ പിന്നിൽ ഈ തെരഞ്ഞെടുപ്പുമായി ഏതെങ്കിലും ബന്ധമുണ്ടോ? അമ്മയുടെ സംഘടനാ തെരഞ്ഞെടുപ്പുമായി ബന്ധമുണ്ടോ ഡാനി? ടോം, നിലവിലിപ്പോൾ നമുക്ക് മുന്നിലുള്ളത് ശ്വേതാ മേനോനെതിരെ കേസെടുത്തിരിക്കുന്നു. ഇതിൽ അശ്ലീല സിനിമകളിൽ, പരസ്യങ്ങളിൽ ഇതെല്ലാം തന്നെ അഭിനയിക്കുകയും അതോടൊപ്പം തന്നെ അത് ഗൂഢ ലക്ഷ്യത്തോടു കൂടി പ്രചരിപ്പിക്കുകയും പണം സമ്പാദിക്കുകയും ചെയ്തിരിക്കുന്നു. ഇത് വിവിധ ഈ അശ്ലീല സൈറ്റുകളുണ്ട്, ആ സൈറ്റുകളിലെല്ലാം തന്നെ പ്രചരിപ്പിക്കുകയും ഇതെല്ലാം തന്നെ ചെയ്യുന്നു. അതിലൂടെ പണം സമ്പാദിക്കുന്നു. അങ്ങനെ അത് ചൂണ്ടിക്കാണിച്ച് നൽകിയ പരാതിയിലാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. ഇത് കേന്ദ്ര സർക്കാർ ഉൾപ്പെടെ ഇത്രയും ഈ സൈറ്റുകൾക്കെതിരെ അടക്കം നടപടികൾ വന്നിരിക്കുന്ന ഒരു സാഹചര്യങ്ങളും കൂടി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അങ്ങനെ IT ആക്ട് 67 പ്രകാരമാണ് കേസിലേക്ക് കടന്നിരിക്കുന്നതെന്നതാണ്. ഇത് പോലീസിൽ പരാതി നൽകി നടപടി ഉണ്ടാകാത്തതിനെ തുടർന്ന് പിന്നീട് കോടതിയെ സമീപിക്കുകയും കോടതിയുടെ നിർദ്ദേശപ്രകാരം ഇപ്പോൾ എറണാകുളം സെൻട്രൽ പോലീസാണ് കേസെടുക്കുകയും ചെയ്തിരിക്കുന്നത്. എനിക്കൊപ്പം പരാതിക്കാരൻ മാർട്ടിമോനാചാരിയുണ്ട്, അദ്ദേഹം കൂടി ചേരുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇത്തരമൊരു പരാതിയിലേക്ക് പോകുന്നത്? കാരണം ഇതൊരു അസാധാരണമായൊരു കാര്യമായിട്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്നതും കാണുന്നതും. ഇങ്ങനെ ഇതിൽ അഭിനയിക്കുക, ഇത് എന്തുകൊണ്ടാണ് ഇത് കുറ്റകൃത്യങ്ങളുടെ ഇതില് അസാധാരണം എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അതിന് ചില മാറുന്ന നിയമവ്യവസ്ഥകൾക്കനുസരിച്ച് കാലാനുസൃതമായിട്ടുള്ള മാറ്റങ്ങൾ നിയമവ്യവസ്ഥയിൽ ഇപ്പോൾ വരുന്നുണ്ട്. അതിനിപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങൾക്ക് അറിയാം, അതായത് നമ്മൾ കേന്ദ്ര സർക്കാർ വ്യാപകമായിട്ട് ഇപ്പോൾ ചില സൈറ്റുകൾ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ബാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഈ സെൻസർ ചെയ്ത പടങ്ങൾ പോലും വീണ്ടും സെൻസർ ചെയ്യുകയും അല്ലെങ്കിൽ അതിന്മേൽ നടപടി ഉണ്ടായ കേസുകൾ നമ്മുടെ മുൻപിലുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ഈ ശ്വേതാ മേനോൻ്റെ കേസിൽ ഇപ്പോൾ എൻ്റെ മാധ്യമ സുഹൃത്തുക്കൾ തന്നെ എന്നോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. ഇപ്പോൾ അവർ അമ്മ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്നതുകൊണ്ടാണ്. അമ്മ പ്രസിഡന്റ് സ്ഥാനത്ത് ഒരിക്കലുമല്ല. ഞാൻ മാർച്ച് മാസത്തിലാണ് ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട പരാതി ഞാൻ നൽകുന്നത്. മാർച്ച് മാസത്തിൽ ഞാൻ സെൻട്രൽ സ്റ്റേഷനിൽ പരാതി നൽകിയിട്ട് അതിന്മേൽ നടപടി ഉണ്ടാവാത്തതുകൊണ്ടാണ് ഞാൻ വീണ്ടും കമ്മീഷണർക്ക് ഞാൻ പരാതി കൊടുത്തിരുന്നു. അതിന്മേൽ നടപടി ഉണ്ടാവാത്തതുകൊണ്ടാണ് ഞാൻ CJM കോടതിയിൽ ഞാൻ ഈ ബന്ധപ്പെട്ട പരാതി നൽകിയത്. തീർച്ചയായിട്ടും അതിൻ്റെ പ്രൂഫും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ആ പ്രൂഫൊക്കെ നിങ്ങൾക്ക് ഇട്ടുതരാം. അതുപോലെ തന്നെ
ഇപ്പം ഇത്തരം വിവാദമാകാൻ കാരണം എനിക്ക് തോന്നുന്നു ഇവരിപ്പോൾ അമ്മ പ്രസിഡന്റ് സ്ഥാനത്തേക്കാണ്. ഇനി ആണെങ്കിൽ പോലും അമ്മ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഇവർ മത്സരിക്കുമ്പോൾ ഇപ്പോൾ ഇതിന് മുൻപുണ്ടായിരുന്ന ഇപ്പം മോഹൻലാൽ, അതുപോലെ തന്നെ ഈ ഇന്നസെൻ്റ്, അപ്പോൾ ഇവരൊന്നും അത്തരത്തിലുള്ളൊരു വിവാദങ്ങൾ പെടാത്ത ആളുകളാണ്. അപ്പോൾ ഇങ്ങനെയൊരു പൊസിഷനിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ മാറുന്ന നിയമവ്യവസ്ഥകൾക്കനുസരിച്ച് ശ്വേതാ മേനോൻ പോലുള്ള ആളുകൾ ഈ ഒരു തലപ്പത്തേക്ക് വരുന്നതിൽ അത് ചോദ്യം ചെയ്യപ്പെടേണ്ടത് തന്നെയാണെന്നാണ് എൻ്റെ അഭിമതം. സ്വാഭാവികമായും അവർ പണം വാങ്ങി സിനിമയിൽ അഭിനയിച്ചു, അതൊരു തൊഴിലിടം എന്ന രീതിയിലെല്ലാം തന്നെ അവർ അതിനെ പറയുകയെല്ലാം ചെയ്യും. അത് ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യം, കലാപ്രകടനം, ഇതെല്ലാം തന്നെ പറയുകയും ചെയ്യും. അപ്പോൾ അങ്ങനെയെങ്കിൽ ഇത് നാളിത്രയും കഴിഞ്ഞിട്ട് പരാതി കൊടുക്കുക, കാരണം നേരത്തെ അഭിനയിച്ച കാര്യങ്ങളാണ്, ഇതെല്ലാം തന്നെ ചൂണ്ടിക്കാണിക്കുമ്പോൾ ഈ പരാതി നൽകാൻ എന്തിത്ര വൈകി എന്നതെല്ലാം തന്നെ ഉയരുന്നൊരു ന്യായമായ ചോദ്യമല്ലേ? അതാണ് ഞാൻ മുമ്പേ അത് കൂട്ടിയത് ഞാൻ സംസാരിച്ചത്. അതായത് അന്നുള്ള നിയമവ്യവസ്ഥകളല്ല ഇപ്പം വന്നിരിക്കുന്നത്. ആ നിയമവ്യവസ്ഥകളിൽ അല്ലെങ്കിൽ നിയമങ്ങൾ നമ്മൾ ഓരോ ദിവസം ഇപ്പം നിയമങ്ങൾ മാറി. ഇപ്പം OTT പ്ലാറ്റ്ഫോമുകളിൽ ഇറങ്ങുന്ന പടങ്ങൾ പോലും ഇപ്പം കേന്ദ്ര സർക്കാർ ഒരുപാട് OTT പ്ലാറ്റ്ഫോമിലുള്ള വെബ് സീരീസുകളെല്ലാം തന്നെ ബാൻ ചെയ്തിട്ടുണ്ട്. അതിന് ശക്തമായ നടപടിയുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സമൂഹത്തിൽ ഇപ്പം പല രീതിയിലുള്ള അരാജകത്വങ്ങളും മറ്റു കാര്യങ്ങളും. അപ്പം നമ്മുടെ യുവജനങ്ങൾക്ക് മാതൃകയാവേണ്ട ഇവരെ പോലുള്ള ആളുകൾ അത് മാതൃകയാവേണ്ടത് തന്നെയാണ്. ഈ നിയമം വരുന്നതിന് മുൻപ് അഭിനയിച്ച ചിത്രങ്ങൾ അങ്ങനെയൊക്കെ അതിനെ പറയാവുന്നതല്ലേ അവർക്ക്? അതിന് പറയാവുന്നതാണ്. പക്ഷേ ഞാൻ ഈ പരാതിയിൽ മെൻഷൻ ചെയ്തിരിക്കുന്ന കാര്യങ്ങളില്ല. ഇപ്പം ഇതിനകത്ത് ഈ ഞാൻ കൊടുത്തിരിക്കുന്നതിൽ ഈ ലിങ്കുകളും ഇത് ബഹുമാനപ്പെട്ട കോടതിയെ ഞാൻ കൊടുത്തിരിക്കുന്നതാണ്. അപ്പോൾ ബഹുമാനപ്പെട്ട കോടതിക്ക് കൊടുത്തിരിക്കുന്നത് ഞാനത് കൃത്യമായിട്ട് അത് അഡ്വക്കേറ്റ് മുജീബ് മുഖേന ഞാനത് കൊടുത്തിരിക്കുന്നതും അത് വളരെ കൃത്യമായിട്ട് ഞാനത് കൺവിൻസ് ചെയ്തിരിക്കുന്നതുമാണ്. അപ്പോൾ ആ കോടതിക്ക് അത് കൃത്യമായിട്ട് ബോധ്യമായതിൻ്റെ അടിസ്ഥാനത്തിലാണ് FIR ഇടാൻ പറഞ്ഞിരിക്കുന്നത്. ശേഷവും ഇത്തരം സൈറ്റുകളിൽ ഈ സിനിമ തീർച്ചയായിട്ടും, കാരണം അവർ തന്നെ വളരെ കൃത്യമായിട്ട് എനിക്ക് ഈ സെക്സ്വൽ എക്സ്പ്ലിറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ഇനിയും പൈസ കിട്ടിക്കഴിഞ്ഞാൽ ചെയ്യും എന്ന് പറയുന്നത് അത് അവർ അപ്പോൾ ശരിക്കും പണം കൊടുത്ത് അവർ സെക്സ്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ അത് ശരിക്കും പറഞ്ഞാൽ അത് അങ്ങനെ ഇപ്പം നമ്മുടെ നിയമം ഇപ്പം ഞാനും ഒരു പെണ്ണും പോയി ലോഡ്ജിൽ മുറിയെടുക്കുന്നതോ അല്ലെങ്കിൽ ഞങ്ങൾ പോയി സെക്സിൽ ഏർപ്പെടുന്നതോ തെറ്റില്ല. മറിച്ച് ഞാനവിടെ പണം കൊടുത്താണ് അത് ചെയ്യുന്നതെങ്കിൽ അത് നിയമപരമായിട്ട് തെറ്റാണ് എന്ന് പറയുന്നത് പോലെയാണ് ഈ സംഭവിച്ചിരിക്കുന്നത്. ഏതായാലും ഈ പരാതിയിൽ ഉറച്ചു നടപടികളുമായി മുന്നോട്ട് പോകാൻ തീർച്ചയായിട്ടും അമ്മ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഉയർന്നൊരു പരാതിയല്ല ഒരിക്കൽ കൂടി ഞാനത് പറയുന്നു. കാരണം എന്ന് വെച്ചാൽ ഇത് മാർച്ച് മാസത്തിൽ കൊടുത്ത പരാതിയാണ്. ഈ അമ്മ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വന്ന ഇവരിപ്പം ഒരാഴ്ച അല്ലെങ്കിൽ 1.5 ആഴ്ചയുള്ളൂ അവർ ഈ ഒരു പദവിയിലേക്ക് അവർ കയറാനായിട്ട് വന്നു. അതിനു മുൻപല്ലല്ലോ. സംശയം കൂടി ചോദിക്കണം. അങ്ങനെയെങ്കിൽ ഇപ്പോൾ ഈ നടിക്കെതിരെ പരാതി വന്നിരിക്കുന്നു. അപ്പോൾ ഈ സമാനമായ ഒരു സാഹചര്യങ്ങളിൽ ഇപ്പോൾ പലരും തന്നെ അഭിനയിച്ചിട്ടുണ്ടാകും. അങ്ങനെ ഇനിയും പരാതി നൽകാനുള്ളൊരു സജീവ സാധ്യത ഉണ്ടെങ്കിൽ ഇപ്പം താങ്കൾ പറഞ്ഞ പോലെ തന്നെ അങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ തീർച്ചയായിട്ടും ഈ ഐക്യദാർഢ്യ പ്രകാരം കേസുമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് എൻ്റെ തീരുമാനം. ടോം, അദ്ദേഹം പറയുന്നത് വളരെ വ്യക്തമായിട്ട് അദ്ദേഹം പറയുന്നു. കാരണം ഇത് നേരത്തെ നൽകിയ പരാതിയാണ്. ഇപ്പോൾ പറയുന്ന ഈ അമ്മ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഉയർന്നു വന്നിട്ടുള്ള ഒരു പരാതിയെ അല്ല, കഴിഞ്ഞ മാർച്ചിലടക്കം ഈ നടപടികളുമായി മുന്നോട്ട് പോയതാണെന്ന് ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നു. നേരത്തെ പോലീസ് അധികാരികൾക്ക് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പരാതി നൽകിയിട്ടും അതിൻ്റെ ഒരു തുടർ നടപടികളൊന്നും തന്നെ ഉണ്ടായില്ല. തുടർന്ന് കോടതിയെ സമീപിക്കുകയും ഇത്തരം കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിരിക്കുന്നു. കാരണം ഈ നിയമം, പുതിയ നിയമങ്ങൾ, അതിൽ ഭേദഗതികൾ വന്നതിന് ശേഷം ഇത്തരം IT ആക്ട് അടക്കമുള്ള കാര്യങ്ങൾ ശക്തമാക്കി. അപ്പോൾ അതിനുശേഷം ഈ രീതിയിൽ ഈ പരാതിക്കാരൻ ആരോപിക്കുന്നത് പോലെ, മാർട്ടിൻ ആരോപിക്കുന്നത് പോലെ ഇത്തരം സൈറ്റുകളിലെല്ലാം തന്നെ ഈ ദൃശ്യങ്ങൾ വരികയും കാര്യങ്ങളും എല്ലാം തന്നെ ചെയ്തിട്ടുണ്ട്. അത് ഗൂഢലക്ഷ്യത്തോടു കൂടിയുള്ളതാണെന്ന് ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നു. അപ്പോൾ അത് പ്രകാരം IT ആക്ട് പ്രകാരമാണ് ഇപ്പോൾ പരാതി നൽകിയിരിക്കുന്നത്. കോടതിയിലേക്ക് പോകും. കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുകയും ചെയ്യുന്നത്. ഇത് ഇപ്പോൾ ഈ അമ്മ തെരഞ്ഞെടുപ്പുമായി അതിനെ കൂട്ടി വായിക്കേണ്ടതില്ല എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. ടോം. വ്യക്തമാണ്. ഡാനി പോളാണ് വിവരങ്ങൾ നൽകിയത്. ഡാനി, മറ്റൊരു കാര്യം കൂടി, ഈ അമ്മ തെരഞ്ഞെടുപ്പുമായി ഇതിന് ബന്ധമില്ലെന്ന് പറയുന്നു. പക്ഷേ നേരത്തെ ഈ കുക്കു പരമേശ്വരൻ്റെ ഈ CD വിവാദവുമായി ബന്ധപ്പെട്ട്, പെൻഡ്രൈവ് വിവാദവുമായി ബന്ധപ്പെട്ടൊക്കെ ഈ അമ്മ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണ് ഇത്തരം വിവാദങ്ങളൊക്കെ ഉയർന്നു വരുന്നത്. ഇവിടെയും അങ്ങനെ സംശയിക്കണോ? ഈ മാർട്ടിന് പിന്നിൽ മറ്റാരെങ്കിലും ഉണ്ടോ?
ആ ആവർത്തിച്ചുള്ള നമ്മുടെ ചോദ്യത്തിന് അദ്ദേഹം നൽകുന്ന ഒരു കൃത്യമായ ഒരു വിശദീകരണം എന്ന് പറയുന്നത് ഇത് നാളുകൾക്ക് മുൻപേ നൽകിയ പരാതിയാണ്. അത് സംബന്ധിച്ച എല്ലാ രേഖകളും തൻ്റെ കയ്യിലുണ്ട്. അത് പരാതി നൽകിയതും കമ്മീഷണർക്കും മറ്റു മേധാവികൾക്കുമാണ്. അത് കൃത്യമായ രീതിയിൽ തന്നെ ആ പരാതിയിൽ ആ തീയതി അടക്കം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അന്ന് അമ്മ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്ന കാര്യമേ മുന്നിലില്ലായിരുന്നു. ഇതിപ്പോൾ സംഭവിക്കുന്നത് ഈ സമയത്തായി പോയി എന്നതുകൊണ്ട് മാത്രമാണ് ഇതുമായി ചേർത്ത് വായിക്കുന്നത് എന്നതാണ് അദ്ദേഹം പറയുന്നത്. മറ്റൊരു തരത്തിലും ഇതിന് ബന്ധമില്ല എന്ന് പറയുന്നത് അദ്ദേഹം നൽകിയ ആ ഒരു വിശദീകരണങ്ങൾ ഡാനി പോളാണ് വിവരങ്ങൾ നൽകിയത്. മറ്റൊരു വാർത്തയിലേക്ക് കൂടി സ്പോട്ട് ലൈവ് പോവുകയാണ്. കൊല്ലം കിളികൊല്ലൂരിൽ മയക്കുമരുന്ന് കേസ് പ്രതി പോലീസ് സ്റ്റേഷനിൽ നിന്നും ഭാര്യയുടെ സഹായത്തോടെ രക്ഷപ്പെട്ടു. MDMA കേസിൽ പ്രതിയായ അജു മൻസൂറാണ് രക്ഷപ്പെട്ടത്. ഭാര്യ സ്കൂട്ടറിൽ കാത്തുനിന്ന് രക്ഷപ്പെടുത്തുകയായിരുന്നു. പ്രതികൾക്കായി പോലീസ് അന്വേഷണം തുടരുകയാണ്. പോലീസ് ലുക്കൌട്ട് നോട്ടീസും പുറപ്പെടുവിച്ചിട്ടുണ്ട്. എസ് വിനീഷ് ചേരുന്ന വിവരങ്ങളുമായി. വിനീഷ്, പോലീസ് സ്റ്റേഷന് മുന്നിൽ നാടകീയമായ സംഭവങ്ങൾ നടക്കുന്നു. പ്രതിയുമായി ഭാര്യ സ്കൂട്ടറിലെത്തി പ്രതിയുമായി കടന്നു കളയുന്ന സാഹചര്യം ഇവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ഇവിടേക്കാണ് പോയതെന്ന് വ്യക്തമായിട്ടുണ്ടോ? ദിവസം വൈകുന്നേരമായിരുന്നു ഇത്തരത്തിലുള്ള ഒരു സംഭവം. കിളികൊല്ലൂർ പോലീസ് സ്റ്റേഷനിലായിരുന്നു സംഭവം ഉണ്ടായത്. MDMA കേസുമായി ബന്ധപ്പെട്ടാണ് ഈ പ്രതിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. തുടർന്ന് ഈ കേസിന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ടുള്ള ചില നടപടികൾ സ്റ്റേഷനിൽ നടന്ന സമയത്താണ് ഇയാൾ പുറത്തേക്ക് ഇറങ്ങിയത്. അങ്ങനെ ഈ പോലീസിന്റെ കണ്ണ് വെട്ടിച്ച് അവിടെ നിന്നും രക്ഷപ്പെടുകയായിരുന്നു. രക്ഷപ്പെടാൻ സഹായിച്ചത് ഈ പ്രതിയുടെ ഭാര്യയാണ്. ഭാര്യ ഒരു സ്കൂട്ടറുമായി നിന്നു. അങ്ങനെ സ്കൂട്ടറിൽ കയറിയാണ് ഇരുവരും അവിടെ നിന്നും രക്ഷപ്പെട്ടത്. ഇവർക്കായിട്ട് പോലീസ് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നു. പക്ഷേ ഇത്രയും സമയമായിട്ടും ഇവരെ കണ്ടെത്താൻ സാധിക്കില്ല. പോലീസ് ലുക്കൌട്ട് നോട്ടീസ് അടക്കം പുറത്തുവിട്ട സാഹചര്യമാണ് ടോം ഇപ്പോൾ ഉള്ളത്. വ്യക്തമാണ്. എസ് വിനീഷാണ് വിവരങ്ങൾ നൽകിയത്. കൊല്ലം കിളികൊല്ലൂരിലാണ് മയക്കുമരുന്ന് കേസ് പ്രതി പോലീസ് സ്റ്റേഷനിൽ നിന്നും ഭാര്യയുടെ സഹായത്തോടെ രക്ഷപ്പെട്ടത്. ഇവർക്ക് വേണ്ടി പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. സ്പോട്ട് ലൈവ് പൂർണ്ണമാകും. നമസ്കാരം.